കത്തോലിക്കരുടെ കുർബാനയ്ക്ക് പോയി കഴിഞ്ഞാൽ 3/4 മണിക്കൂറുള്ളൂ. മഹാമണ്ഡത്തിൽ അവർ കാണിക്കുന്ന മൊത്തം അവരൊരു അപ്പം എടുത്തിട്ട് ഇത് യേശുവാണെന്നും പറഞ്ഞ് അത് മുറിച്ച്, അപ്പോൾ ആൾക്കാർ ചോദിക്കും മനുഷ്യൻ എങ്ങനെ യേശുവിൻ്റെ ശരീരം മുറിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അച്ഛൻ കാപ്പ ഇടുന്നതോടുകൂടി അച്ഛനെ ക്രിസ്തുവായിട്ട് കണക്ക് കൂട്ടിക്കണം. അതുകൊണ്ടാണ് അവരെല്ലാവരുടെ വണങ്ങി അച്ഛൻ വരുമ്പോഴേക്കും വണങ്ങുന്നത്. കാരണം ഈ കാപ്പ ഇട്ട് അച്ഛൻ ക്രിസ്തുവാണ്, അങ്ങനെ സങ്കല്പിക്കണം. അപ്പോൾ അന്നേരം യേശുവിൻ്റെ ശരീരമായിട്ട് മാറും. പറയുന്ന മുഴുവൻ ക്രിസ്തുവിനെ കുറിച്ച്, എല്ലാ മണ്ഡലത്തിലാണെങ്കിലും പറയുന്ന മുഴുവൻ ക്രിസ്തുവിനെ കുറിച്ചാണ്. CSIക്കാരുടെ പ്രാർത്ഥനാ പുസ്തകം ഞാൻ എടുത്തിടെ, ഞാൻ ഈ രാവിലെ ചർച്ചയിൽ അത് പറഞ്ഞു. ഞാൻ യാദൃശ്യ കണ്ടത്, ഞാൻ പണ്ട് CSI പള്ളിയിലൊക്കെ പോകുമായിരുന്നു. അതെടുത്ത് നോക്കിയത് 1663 ഇംഗ്ലണ്ടിൽ നവീകരണം നടക്കുന്ന സമയത്ത് അവിടെ അവർ പ്രിപ്പയർ ചെയ്തൊരു സാധനം, ബുക്ക് ഓഫ് കോമൺ പ്രയർ എന്ന് പറയുന്നത്. ഓരോ പേജ് ഞാനിങ്ങനെ മറിച്ച് നോക്കി. ഒരു പേജിൽ മുഴുവൻ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മഹത്വം, ഒരു പേജ് മൊത്തം ബൈബിളിലെ വാക്യങ്ങൾ വെച്ച് വെളിപ്പാടിൽ ആരാധനയാണ്. കർത്താവിൻ്റെ അത്താഴത്തിന് വേണ്ടിയുള്ള ഒരുക്കം. അവിടെ പറയുന്ന മുഴുവൻ യേശുക്രിസ്തു ഏകയാഗത്താൽ നമുക്ക് എന്നേക്കുമായി തന്ന രക്ഷയെക്കുറിച്ചാണ്. എന്നിവിടെ പറയുന്നത് ഒരിക്കലായി പിതാവുമായുള്ള പ്രതിശാന്തിയെ തികയ്ക്കുകയും നമ്മുടെ പാപങ്ങളെ പരിഹരിക്കുകയും എന്നേക്കുമായുള്ള ഒരു യാഗം പൂർത്തിയാക്കുകയും ചെയ്ത ശേഷം കർത്താവ് പറയാണ് ആ ഓർമ്മയെ തൻ്റെ വിശുദ്ധ സുവിശേഷത്തിലൂടെ നമ്മെ കൽപ്പിച്ച് നിയമിക്കുകയും ആ ഓർമ്മയെ കൽപ്പിച്ച് നിയമിക്കുകയും ചെയ്തത് കൊണ്ട് എന്ന് പറഞ്ഞാണ് അപ്പോൾ എടുക്കുന്നത്. ഇത് കൃത്യമായി യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ അവരൊന്നും പറയുന്നില്ല. സ്നാനമില്ല, അച്ഛന്മാർ കൂപ്പായിട്ട് നടക്കുന്ന കാണുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്, അവിടെ നിന്ന് ചാടി ഇങ്ങ് പോകുന്നു. ബ്രദറുകാരാണെങ്കിൽ ബ്രദറുകാർക്ക് 1-2 ദുരുപദേശമല്ല ഉള്ളത്. നിങ്ങൾ വിചാരിക്കുന്ന ഒരു 1-2 പരിസ്ഥാനങ്ങളെ കുറിച്ച് മാത്രമല്ല അവരുടെ ദുരുപദേശം. അവർക്ക് ഒത്തിരി ദുരുപദേശങ്ങൾ പല രീതിയിൽ അവർ വ്യവസ്ഥാപിതമായി അടുക്കി വെച്ചിട്ടുണ്ട്. അവർ ബൈബിൾ പഠിക്കുന്ന പോലും ഒരു പ്രത്യേക രീതിയിലാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് 5 പോയിന്റ് അങ്ങനെ പഠിക്കുന്നവർ. അല്ലാതെ അതിൻ്റെ ജീവനോട് കിടക്കാൻ അവരെ കൊണ്ട് പറ്റത്തില്ല. എന്തെങ്കിലും ആട്ടെ, അവരും ആ 3 മണിക്കൂർ ഇരിക്കുന്ന സമയം മുഴുവൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. അപ്പവും പാനപാത്രം ഒരുക്കി വെച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി മരിച്ച കുഞ്ഞാടിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ ഒരു 10-20 പേരെങ്കിലും സ്തോത്രം ചെയ്തിട്ട് ഒരപ്പം നിർത്തും. പെന്തക്കോസ്റ്റിൽ മാത്രം 2 പാട്ട് പാടി, സങ്കീർത്തനം വായിച്ചു, ദാവീദിനെ കുറിച്ച് പ്രസംഗിച്ചു, സാക്ഷ്യം പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചോ, എല്ലാം അങ്ങോട്ടുള്ള യാത്ര ഇങ്ങോട്ടുള്ള യാത്ര. ഈ ഫ്ലൈറ്റിലായതുകൊണ്ട് അവരങ്ങോട്ട് പോയി, നാളെ പോകുന്നു, ഇങ്ങോട്ട് വരുന്നു. എല്ലാം മനുഷ്യൻ്റെ കാര്യമാണ്. ഞാൻ ഇത്തിരി കൂടുതൽ കുറ്റം പറഞ്ഞോ? എല്ലാം മനുഷ്യൻ്റെ കാര്യമാണ്. അതും ഇവിടെ ഈ ലോകത്തിലെ ജീവിതം നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. എല്ലാം അപ്പം തിന്നുന്ന കാര്യമാണ്. ഈ അപ്പവും അപ്പം നുറുക്കും മക്കൾക്കുള്ളതും നായ്ക്കുട്ടികൾക്കുള്ളതും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാം? അതുകൊണ്ട് ലോകത്തിൽ 2 തരത്തിലുള്ള അനുഗ്രഹങ്ങളാണുള്ളത്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ 2 തരത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് സാമാന്യ അനുഗ്രഹങ്ങൾ എന്ന് പറയും. സാമാന്യ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയുമായി ബന്ധമില്ലാത്ത അനുഗ്രഹങ്ങൾ, അതിനാണ് നമ്മൾ സാമാന്യ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. കോമൺ ഗ്രേസ് എന്ന് പറയുന്നത് രക്ഷയുമായി ബന്ധമില്ലാത്ത അനുഗ്രഹങ്ങൾ. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഭയങ്കര വയറുവേദനയായിരുന്നു, വയറുവേദന മാറി, രക്ഷയായിട്ട് ബന്ധമൊന്നുമില്ല. എനിക്ക് കല്യാണം നടക്കില്ലായിരുന്നു, പ്രാർത്ഥിച്ച് അവസാനം കല്യാണം നടന്നു, രക്ഷയുമായിട്ട് ബന്ധമൊന്നുമില്ല. ഫ്ലൈറ്റിൽ കയറിയപ്പം അവർ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഗ്രേഡ് ചെയ്ത് ബിസിനസ് ക്ലാസ്സിൽ കൊണ്ടുപോയി വിട്ടു. ദൈവത്തിൻ്റെ കൃപ, സ്തോത്രം. ഒരു കാര്യമില്ല, രക്ഷയുമായിട്ട് യാതൊരു ബന്ധമില്ല. 4 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ ഇറങ്ങിപ്പോണം. ഫ്ലൈറ്റ് നിങ്ങളുടെ വീട്ടിലോട്ടൊന്നും വരത്തില്ല, താൽക്കാലികം. ഇതിനാണ് നമ്മൾ കോമൺ ഗ്രേസ് എന്ന് പറയുന്നത്. മഴ, വെയിൽ, ജോലി, സമ്പത്ത്, പണം, മക്കൾ, ആരോഗ്യം, ഇതെല്ലാം രക്ഷയുമായി ബന്ധമില്ലാത്ത കോമൺ അനുഗ്രഹങ്ങളാണ്. ഇതിനു വേണ്ടിയാണ് ബലം പിടുത്തം മൊത്തം. നമ്മൾ മുഴുവൻ ബഹളം വയ്ക്കുന്നത് ഇത് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാം ഈ ദൈവത്തിൻ്റെ കാര്യം വിട്ടിട്ട് ആരുടെ കാര്യത്തിലേക്ക് തിരിഞ്ഞു? അപ്പോൾ ശരിക്കും കർത്താവ് മുകളിൽ നിന്ന് ഒറ്റ വിളി വിളിച്ചാൽ എല്ലാത്തിനും എന്തോ വിളിക്കാം? ഇനി അത് പോട്ടെ, നമുക്ക് വിവരമില്ലാഞ്ഞിട്ടാന്ന് പറയാം. പ്രവാചകന്മാർ അവരാണെങ്കിൽ വെളിപ്പാടുള്ളവരല്ലേ, അവരെങ്കിലും എന്നാ പറഞ്ഞു തരണ്ടേ ഉയരത്തിലുള്ളത്. എന്നാൽ അവരിതിനേക്കാൾ ഭയങ്കര മനുഷ്യരുടെ കാര്യം അന്വേഷിക്കുന്നത്. അവരെ സ്റ്റേജിൽ നിന്ന് ചിലപ്പോൾ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ എന്നൊക്കെ വൈബ്രേഷൻ പറഞ്ഞാലും ഈ ഫ്രണ്ടിലോട്ട് ഇറങ്ങി അന്യഭാഷ പറഞ്ഞ് നിങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കുമ്പോൾ പിന്നെ മുഴുവൻ ലോകമാണ്, മുഴുവൻ മനുഷ്യരുടെ കാര്യമാണ്. എനിക്കൊന്ന് സാത്താന്മാരെല്ലാം കൂടെ കൂടും കെട്ടി ഇറങ്ങിയൊക്കെ ഇത് മൊത്തം മനുഷ്യരുടെ കാര്യം. അതുകൊണ്ട് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ പെന്തക്കോസ്റ്റൽ ചർച്ച് ലോകമെമ്പാടും ക്രിസ്തുവിനെ കുറിച്ച് ഒരു അക്ഷരം പറയാത്ത സഭയായിട്ട് മാറി എന്നുള്ളതാണ്. അഥവാ ആരെങ്കിലും സ്വർഗത്തിൽ പോകുമെന്ന് പറയുവാണെങ്കിൽ ഞാൻ അവരോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കാം.
എങ്ങനെ പോകാനാ? കർത്താവ് പറഞ്ഞിട്ടുള്ള ഒരു കൽപ്പന ഇന്നേ അവരെ അനുസരിച്ചിട്ടില്ല. ഉണ്ടോ? കർത്താവ് എന്തൊക്കെയാണ് പറഞ്ഞത്? കണ്ണ് നിങ്ങൾക്ക് ഇടർച്ച വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തവരെല്ലാം കൈവർത്തി ഒന്ന് സ്തോത്രം ചെയ്തേ. നിങ്ങളുടെ ഉടുപ്പ് ചോദിക്കുന്നതിന് പുതപ്പും കൂടെ കൊടുക്കുക. അതായത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ചോദിക്കുന്നതിന് അതിന് ചാർജറും കൂടെ കൊടുത്തു വിടുക. ചെയ്തിട്ടുള്ളവരെ തട്ടിക്കൊണ്ട് പോകുന്നതിന് അയ്യോ മോനെ ഇതേ ചാർജറൂടെ കൊണ്ടുപോക്കുക, ഒറിജിനൽ ചാർജറിട്ട് ചാർജ് ചെയ്തില്ലെങ്കിൽ അത് പോവും. ചെയ്തവരെ കൈപൊക്കിക്ക് ആരുമില്ല. നിങ്ങളുടെ സ്വത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് കർത്താവിനെ അനുഗമിക്കുന്നവരൊക്കെ ഒന്ന് കൈ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ആരുമില്ല. പിന്നെ സുവിശേഷം പറയാൻ പോകുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പ്രദേശത്ത് പോകുമ്പം ചെരുപ്പിടരുത്, ബെൽറ്റ് വേണ്ട, രണ്ടാമത്തെ ഡ്രസ്സ് വേണ്ട, പേഴ്സ് എടുക്കരുത്. അനുസരിച്ചിട്ടുള്ള ആൾക്കാർ ആർക്കെങ്കിലും ഉണ്ടോ? 2 വലിയ ബാഗോട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഇങ്ങനെ നമ്മൾ വായിച്ചു നോക്കിയാൽ കർത്താവ് പറഞ്ഞ ഒരൊറ്റ കൽപ്പന പോലും നമ്മൾ അനുസരിച്ചിട്ടില്ല. യേശു കർത്താവ് സുവിശേഷത്തിൽ പറഞ്ഞ സ്നാനപ്പെടുക എന്ന് പറയുന്ന ഒരു കൽപ്പന അല്ലാതെ നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക. ഓക്കെ, സ്നേഹിക്കുക എന്നൊക്കെ പറയാൻ കൊള്ളാം, പക്ഷെ ആ ശത്രുവിൻ്റെ മോന്ത കാണുമ്പം ഉള്ളിൽ വരുന്ന ഹോർമോണുകൾക്ക് നല്ല പൊട്ടിയിട്ട് കൊടുക്കാൻ തോന്നുന്നു. പിന്നെ കടിച്ച് പിടിച്ച് പ്രൈസ് ദി ലോർഡ് ബ്രദറെ എന്ന് പറഞ്ഞിട്ട് പോകുന്നതിൻ്റെ പാടെന്താന്ന് എനിക്കറിയത്തുള്ളൂ. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കർത്താവിൻ്റെ ഒരു കൽപ്പനയും നമ്മൾ അനുസരിച്ചിട്ടില്ല. സ്വർഗത്തിൽ പോവോ? കർത്താവ് പറഞ്ഞ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഒരുത്തനുമല്ല. അതെപ്പോഴാണ് പറഞ്ഞ്? ഈ ഗിരിപ്രഭാഷണം പറഞ്ഞ ശേഷം എൻ്റെ പുറകെ പറഞ്ഞു എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഒരുത്തനുമല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാത്ത ഒരുത്തനും സ്വർഗത്തിൽ പോവില്ല. ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞ പിതാവിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ ഈ ഗിരിപ്രഭാഷണം അനുസരിക്കാത്ത ആരും സ്വർഗത്തിൽ പോവില്ല. സ്വർഗത്തിൽ പോകുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്ക്. എന്ത് ചെയ്യും? അപ്പം നമ്മൾ എന്തിനെങ്ങനെ ഇരിക്കുന്നു ഇവിടെ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ആരുടെ സ്വർഗത്തിൽ പോകുന്നു? ഒത്തിരി ആളുകൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പം ഒരു പ്രയാസം, എന്താണ് കർത്താവ് അങ്ങനെയൊക്കെ പറഞ്ഞത്? നായ്ക്കുട്ടികളുമായിട്ടൊക്കെ മക്കളും നായ്ക്കുട്ടികളും എന്നുള്ളൊരു ഉപമാനം ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കനാന്യസ്ത്രീ ആയതുകൊണ്ട് ഒരു നായ്ക്കുട്ടിയാവുമോ? അല്ലേ? അതൊരു ശരിയായ കാര്യമാണോ? അല്ലേ? ഇന്നത്തെ കാലത്ത് റേഷ്യൽ ഇക്വാലിറ്റി, ജെൻഡർ ഇക്വാലിറ്റിയുടെ ഒക്കെ കാലത്ത് നമ്മൾ ഇസ്രായേൽ മക്കളാണെങ്കിൽ മക്കളും കനാന്യസ്ത്രീ ആണെങ്കിൽ നായ്ക്കുട്ടിയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇത്തിരി ഫീലിംഗ് ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇതെന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് വളരെ അടുത്താണ് എനിക്കതിനെക്കുറിച്ചൊരു ഉൾക്കാഴ്ച കിട്ടിയത്. ശരിക്കും കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങളെ നമ്മൾ 2 തലത്തിലാണ് കാണേണ്ടത്. ഒന്ന് അത്ഭുതമായും മറ്റൊന്ന് അടയാളമായിട്ട്. അത്ഭുതമായിട്ട് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചിലത് സംഭവിക്കും. ഞാൻ അത്ഭുതം എന്ന് പറയുന്നത് ഞാൻ ഞെട്ടിപ്പോവുക, അതുപോലെ എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കുക. അടയാളം എന്ന് പറയുമ്പോൾ അതൊരു സൈൻ എന്നാ, എന്തിൻ്റെയോ ഒരു സൂചന. അതായത് ഇപ്പോൾ യേശു കർത്താവ് ചെയ്ത എല്ലാ അടയാളങ്ങളെന്ന് പറയുന്നത്, കാരണം അത് മെശിഹായാണ് ഞാനെന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള അടയാളങ്ങളാണ് കർത്താവ് ചെയ്തതെല്ലാം. പക്ഷെ ചിലർക്ക് അത് അത്ഭുതമായിരുന്നു, എന്നാൽ വേറെ ചിലർക്ക് അത് അടയാളമായിരുന്നു. ഈ അത്ഭുതമായിരിക്കുന്നവർ ആരാണ്? അത്ഭുതമായിരിക്കുന്നവർ അവർക്ക് വേണ്ടത് രോഗസൗഖ്യമാണ്, അവർക്ക് വേണ്ടത് അപ്പം വർദ്ധിച്ചു കിട്ടുക എന്നുള്ളതാണ്, അവർക്ക് വേണ്ടത് അവരുടെ കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ച് മെശിഹായാണെന്നുള്ള അടയാളത്തിലേക്ക് അവർ നോക്കുന്നതേ ഇല്ല. അവർക്ക് അവരുടെ കാര്യം നടന്നാൽ മതി. എന്നാൽ ചിലർക്ക് അങ്ങനെയല്ല, ചിലർക്കത് മെശിഹായാന്നുള്ളതിൻ്റെ അടയാളമാണ്. ഉദാഹരണത്തിന് ഒരു മീൻ പിടിക്കാൻ വേണ്ടി രാത്രി മുഴുവൻ കഷ്ടപ്പെട്ടിട്ട് രാവിലെ കർത്താവ് അവരുടെ പടകിൽ കയറി, ശിമോൻ പത്രോസിൻ്റെ പടകിൽ കയറിയിട്ട് അവർക്ക് അതുവരെ വേണ്ടത് മീനാണ്, അല്ലേ? അതുവരെ അവരുടെ ഏറ്റവും വലിയ നീടെന്ന് പറഞ്ഞാൽ എന്താ? മീൻ. കാരണം അവർ ഭയങ്കര ദാരിദ്ര്യത്തിലായിരുന്നു. അല്ലെ രാത്രി 2 മണിക്കും 3 മണിക്കൊന്നും ഒരു മീൻ പിടിക്കാൻ നിൽക്കത്തില്ല, പോയി കിടന്നുറങ്ങിയേനെ. അപ്പോൾ അത്രയും ദാരിദ്ര്യം ആയതുകൊണ്ട് അവരത് മീൻ പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ നീഡ് മീനായിരുന്നു. അവർക്കൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടത് എന്താണ്? നാളെ കച്ചവടം ചെയ്യാൻ ആവശ്യമുള്ള മീനാണ്. പക്ഷെ കർത്താവ് മീൻ കൊടുത്തപ്പോൾ അവർ അത്ഭുതമല്ല കണ്ടത്, ഒരടയാളമാണ് കണ്ടത്. എന്താ അടയാളം കണ്ടത്? ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് സകലത്തെ സൃഷ്ടിച്ച ദൈവമാണ്. രാത്രി മുഴുവൻ ഞങ്ങൾ അലഞ്ഞിട്ടും ഇവിടെ ഒരു മീനില്ലായിരുന്നു, പക്ഷേ ഈ മീനിനെ ഇല്ലാത്തടത്ത് വിളിച്ചു വരുത്തിയ ദൈവമാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഒരു മീനെന്ന അത്ഭുതത്തിലേക്ക് നോക്കാതെ ക്രിസ്തു എന്ന അടയാളത്തിലേക്കാണ് നോക്കിയത്. അപ്പോൾ മക്കൾ എപ്പോഴും നോക്കുന്നത് എങ്ങോട്ടാണ്?
അടയാളത്തിലേക്കാണ്. നമ്മുടെ ശിഷ്യന്മാരെ നോക്കി കഴിഞ്ഞാൽ ഈ ശിഷ്യന്മാർക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ വലിയ ഗുണമൊന്നും കിട്ടിയിട്ടില്ല. പുറകെ നടന്നിട്ട് അവസാനം അടിയും ബഹളവും ഇടിയും ഒക്കെയാണ് കിട്ടിയത്. ഈ പഴയ നിയമത്തിൽ അങ്ങനെയാണ്. പഴയ നിയമത്തിൽ അഭിഷേകം ഉണ്ടായിരുന്ന ആൾക്ക് ഒരു നന്മയും കിട്ടിയിട്ടില്ല. ഇരമ്യാവൊക്കെ എവിടെ കിടന്ന് മരിച്ചു, എങ്ങനെ മരിച്ച്? പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ നോക്ക്, പുരോഹിതന്മാരെ നോക്ക്, ആരും ഇങ്ങനെ ഉയർത്തപ്പെട്ടിട്ടില്ല. അവരെല്ലാം ഭയങ്കര കഷ്ടതയിലപ്പം. ഹോശയോട് പറഞ്ഞിട്ട് നീ വേശ്യയെ പോയി കല്യാണം കഴിക്കാൻ പറഞ്ഞു. അവൻ അനുഭവിച്ച കഷ്ടപ്പാട് അവന് മാത്രമേ അറിയത്തുള്ളൂ. ഇത് കർത്താവിൻ്റെ പ്രവാചകന്മാർ, കർത്താവിൻ്റെ പുരോഹിതന്മാർ, ഇവൻ രാജാക്കന്മാർ പോലും ഈ അഭിഷേകം തലയിൽ വീണ ഒരാൾ പോലും ഈ ലോകത്തൊന്നും നേരിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ പഴയ നിയമത്തിൽ നോക്കുമ്പോൾ കാണുന്നത്. അവരെ സംബന്ധിച്ച് ഇതെല്ലാം ദൈവം അവരുടെ കൂടെ ഉണ്ടെന്നുള്ളത് ഒരു അടയാളമായി അവർക്ക് വർക്ക് ചെയ്യുമ്പം ബാക്കിയുള്ളവർക്കെല്ലാം ഇത് അത്ഭുതങ്ങളാണ്. ഇത് നമുക്ക് 16-ാം അധ്യായത്തിലേക്ക് വരാം. ഈ 16-ാം അധ്യായത്തിൽ ഈ ഒരു വലിയൊരു ഷിഫ്റ്റ് നമ്മൾ പത്രോസിൻ്റെ ലൈഫിൽ നമുക്ക് കാണാൻ പറ്റും. പത്രോസിൻ്റെ ലൈഫിൽ വളരെ ഒരു ഹൈ പോയിൻ്റ് ആയിരുന്നു അതിൻ്റെ 17-ാം വാക്യം, 16-17. ബെറയോനാശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അപ്പോൾ that was a high point in the life of Peter because Jesus was commending him. Jesus told, you are really blessed because you got this revelation from heaven. You could not have gathered it, mustered it from your intelligence. അത് ദൈവം അവന് കൊടുത്ത റെവലേഷൻ. അപ്പോൾ വെളിപ്പാടുള്ള ഒരാളായിട്ടാണ് അവിടെ പത്രോസ് വെളിപ്പെടുന്നത്. ഇതിനു മുമ്പ് പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദൈവപുത്രനായ മിശിഹ എന്നൊക്കെ പലരും കൺഫ്യൂസ് ചെയ്തിട്ടുണ്ട്. നഥനയേൽ പറഞ്ഞിട്ടുണ്ട്, നീ ദൈവപുത്രനായ ക്രിസ്തു ഞാൻ വിശ്വസിക്കുന്നു. ശമരിയാക്കാരി സ്ത്രീ പറഞ്ഞിട്ടുണ്ട്, നീ മെശിഹായെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അവിടെ ഒന്നും നീ ഭാഗ്യവതി എന്നോ ഭാഗ്യവാനെന്നോ കർത്താവ് പറഞ്ഞില്ല. എന്തുകൊണ്ടെന്നറിയോ? അവിടെ എല്ലാവരും ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയതായിരുന്നു. നഥനയേൽ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഹി വാസ് ദ സൺ ഓഫ് ഗോഡ് ബിക്കോസ് ജീസസ് ടോൾഡ് ഹിം, ഐ സോ യു വൈൽ യു ആർ അണ്ടർ ദ ഫിഗ് ട്രീ. നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് നഥനയേൽ കാൽക്കുലേറ്റ് ചെയ്തെടുത്തത്. അതുപോലെ ശമരിയാക്കാരി സ്ത്രീ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ശമരിയാക്കാരി സ്ത്രീ മനസ്സിലാക്കിയത്, നീ 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പം നിൻ്റെ കൂടെ ഉള്ള ആൾ നിൻ്റെ ഭർത്താവല്ലെന്ന് പറഞ്ഞപ്പം ഈ സീക്രട്സ് മുഴുവൻ പറയുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഷീ ഓൾസോ കെയിം ടു എ കൺക്ലൂഷൻ ദാറ്റ് ജീസസ് വാസ് മെസ്സിയ. ഇറ്റ് വാസ് ഓൾ ഇൻ്റലക്ച്വൽ, ബുദ്ധി കൊണ്ട് കണ്ടെത്തി. പക്ഷേ പത്രോസ് അങ്ങനെ അല്ലല്ലോ. പത്രോസ് ഒന്നും അറിയാതിരിക്കുമ്പം ഒരു വെളിപ്പാട് പോലെയാണ് വരുന്നത്. അപ്പം വെളിപ്പാട് ആത്മാവിൽ വരുന്നതാണ്. അപ്പം കർത്താവ് അവനോട് പറയുന്നത്, നീ ഭാഗ്യവാനാണ്. ഇറ്റ്സ് എ ഹൈ പോയിൻ്റ് ഇൻ പീറ്റേഴ്സ് ലൈഫ്. ഒരു വലിയ ഭാഗ്യമാണ്. പക്ഷേ അതിൻ്റെ 23-ാം വാക്യം വായിക്കുമ്പോഴേക്കും ആ ഭാഗ്യം നേരെ മറിഞ്ഞു. എങ്ങനെ മറിഞ്ഞു നോക്കി? അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ടുപോ, സാത്താനെ എന്നെ വിട്ടുപോ. ഒറ്റ ഒരു കാര്യം ആലോചിക്കുക, 7 വാക്യങ്ങളുടെ ഉള്ളിൽ പത്രോസിൻ്റെ അവസ്ഥ എന്തായി മാറി? ബറയോന ശീമോനെ എന്ന് വിളിച്ച് അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് വിളിച്ച പത്രോസ് 7 വാക്യം കഴിഞ്ഞപ്പം അവനെ കർത്താവ് എങ്ങനെ വിളിച്ചത്? സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്കൊരു ഇടർച്ചയാണ്, നീ എനിക്കൊരു സ്റ്റംബ്ലിംഗ് ബ്ലോക്കാണ്, എന്നെ വീഴിക്കാനാണ് നീ നോക്കുന്നത്. സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് എന്തിനു വേണ്ടിയുള്ളതാ? ഇടർച്ച എന്തിനുള്ള? സാത്താനെ നീ എനിക്ക് ഇടർച്ച ഉണ്ടാക്കുന്നു, നീ എന്നെ വിട്ടുപോ. കാരണം എന്താ? എങ്ങനെയായത്? അവൻ എങ്ങനെയാണ് സാത്താനായത്? ഈ പത്രോസിന് സാത്താനായി മാറാൻ എത്ര നേരം എടുത്തു? എങ്ങനെ അവൻ സാത്താനായി മാറിയത്? നീ എനിക്ക് ഇടർച്ചയാകുന്നു. എന്തുകൊണ്ടാ? നീ ദൈവത്തിൻ്റെതല്ല, മനുഷ്യരുടേത് അത്രേ കരുതുന്നത്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ കരുതൽ വിട്ടിട്ട് മനുഷ്യരിലേക്ക് കരുതുമ്പം എന്താ സംഭവിക്കുന്നത്? സാത്താനായി മാറും അല്ലേ? ആണോ? എങ്ങനെ പത്രോസ് സാത്താനായി മാറിയത്? ദൈവത്തിനുള്ളതല്ല കരുതുന്നത്, പിന്നെയോ മനുഷ്യനുള്ളത്. അപ്പോൾ മനുഷ്യർക്കുള്ളത് കരുതുന്ന ഈ പ്രസംഗങ്ങളും പരിപാടികളും എല്ലാം എന്തോ ആയിരിക്കും? നമ്മൾ എല്ലാ മനുഷ്യർക്ക് വേണ്ടിയല്ലേ? നല്ല ജോലി കിട്ടുക, നല്ല വീട് കിട്ടുക, നല്ല പണം കിട്ടുക, നല്ല സെറ്റിൽമെൻ്റ്, നല്ല ഭാര്യയെ കിട്ടുക, ഇതെല്ലാം മനുഷ്യരുടെ കാര്യമല്ലേ? അല്ലേ? യേശു കർത്താവ് ക്രൂശിലേക്ക് പോയി മനുഷ്യൻ എന്താ പറയുന്നത്? അയ്യോ മരിക്കരുത്, മരിക്കരുത്, അത് സംഭവിക്കരുത്. കാരണം എന്താ? പേടിയാ. നിങ്ങൾക്ക് മരണത്തെ പേടിയുണ്ടോ? മരണത്തെ പേടിയുള്ളവരൊക്കെ ഒന്ന് കൈ സ്തോത്രം പറഞ്ഞു. മരണത്തെ പേടിയുള്ളവർ എല്ലാവർക്കും പ്രാണഭയമുണ്ട്. പെട്ടെന്നൊരുത്തും തൂക്കി കൊണ്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും വരണ്ടു പോകും. പക്ഷെ മരണഭയം എന്ന് പറയുന്ന ആ സാധനമല്ല. മരണഭയം എന്ന് പറയുന്നത്, ഞാൻ മരിച്ചാൽ എൻ്റെ അവസ്ഥ എന്താവും? അയ്യോ എൻ്റെ പിള്ളേരെന്ത് ചെയ്യും? അയ്യോ ഞാൻ എങ്ങോട്ട് പോകും? ഈ ഭയമാണ് ഈ മരണഭയം എന്ന് പറയുന്നത്. നമ്മൾ തന്നെ മരണഭയം ഉണ്ടാക്കുന്നത്.
എങ്ങനെ ഉണ്ടാക്കുന്ന ചിലർ എഴുന്നേറ്റ് എന്ന് പറയും, എല്ലാ ചർച്ചിലും പറയാറുണ്ട്, ഒരു ചർച്ചിൽ മാത്രമല്ല എല്ലാ ചർച്ചിലും പറയാറുണ്ട്, കഴിഞ്ഞ ഒരാഴ്ച തൊട്ടക്കാലം അനേകം പേര് തട്ടിപ്പോയപ്പം എന്നെ മാത്രം. ഇത് പറയുമ്പോഴുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരിച്ചു പോയ ആൾക്കാരുടെ വീട്ടുകാർ എന്തായാലും വിചാരിക്കുന്നത് ഞങ്ങളെ നടത്തിയില്ലല്ലോ കർത്താവ് എന്നല്ല ചിന്തിക്കുന്നു. ഞാൻ വിചാരിക്കുമായിരുന്നു, ഞാൻ ഇങ്ങോട്ട് ഫ്ലൈറ്റ് വന്നപ്പോൾ ഫ്ലൈറ്റ് ഇടയ്ക്ക് വെച്ച് പൊട്ടിപ്പോയാലും നമുക്ക് തന്നെ എന്തോ പറഞ്ഞേ ഒന്നുമില്ല, നമ്മുടെ കർത്താവിൻ്റെ അടുത്തോട്ടല്ലേ പോകുന്നത് ആണോ? ആർക്കറിയാം, അതാണ് ഈ പ്രശ്നം. പ്രശ്നം മുഴുവൻ അവിടെയാണ് കിടക്കുന്നത്. ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ മേല. കർത്താവിൻ്റെ അടുത്താണ് പോകുന്നതെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ പാട്ടും പാടി സുഖമായിട്ട് പോകില്ലേ? ഇല്ല. ഈ മരണത്തെ വല്ലാതെ ഭയമുണ്ടാക്കുന്ന ഒരു സാധനമാക്കി നമ്മൾ മാറ്റി വെച്ചിരിക്കുക. ശരിക്കും നമ്മൾ അങ്ങനെ ചെയ്യരുതായിരുന്നു. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് മരണമെന്ന് പറയുന്നൊരു പ്രൊമോഷനാണ്, ഒരു സന്തോഷമാണ്, ശരിക്കും പറഞ്ഞൊരു സന്തോഷമാണ്. ഞങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞ് മരിക്കുമ്പോൾ 1.25 വയസ്സ് പ്രായമായിരുന്നു. ആ ഒരു മരണത്തിൻ്റെ അനുഭവത്തിലൂടെ ഞങ്ങൾ കയറി ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, പുനരുത്ഥാനം ഇത്ര അടുത്താണല്ലോ, ഇത് വളരെ ലളിതമാണല്ലോ. കർത്താവെ, അന്നോട്ടെ ഈ പ്രത്യാശ ഞങ്ങളുടെ ഉള്ളിലേക്ക് ഒരു സ്ട്രോങ് ആയിട്ടൊരു ഫോഴ്സായിട്ട് വരുന്നത്. കാരണം ഈ ഒരു പാലം നമ്മൾ കടന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ഒരു വലിയ തേജസ്സിൻ്റെ ഒരു ഏരിയയിലോട്ട് നമ്മൾ ചെല്ലുന്നത്. അപ്പം ഈ മരണത്തെ പേടിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ജീവന് വേണ്ടി കരുതുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ശരിക്കും ഇടർച്ചക്കല്ലുകൾ സൃഷ്ടിക്കുക. കാരണം ആൾക്കാർക്കെല്ലാം പേടിയാവും, എല്ലാവർക്കും മരിക്കാൻ പേടിയാണ്. അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ മനുഷ്യരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു റിലീജിയൻ നമ്മുടെ ഇടയിൽ വളർന്നു വന്നിരിക്കുന്നവരാണ്. ഈ പ്രത്യാശ തീർത്തും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഈ അപ്പവും അപ്പം നുറുക്കുകളും തമ്മിലുള്ള വ്യത്യാസം. ഈ അപ്പവും അപ്പം നുറുക്കും മക്കൾക്കുള്ളതും നായ്ക്കുട്ടികൾക്കുള്ളതും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാം? അതുകൊണ്ട് ലോകത്തിൽ 2 തരത്തിലുള്ള അനുഗ്രഹങ്ങളാണുള്ളത്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ 2 തരത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് സാമാന്യ അനുഗ്രഹങ്ങൾ എന്ന് പറയും. സാമാന്യ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയുമായി ബന്ധമില്ലാത്ത അനുഗ്രഹങ്ങൾ, അതിനാണ് നമ്മൾ സാമാന്യ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. കോമൺ ഗ്രേസ് എന്ന് പറയും. രക്ഷയുമായി ബന്ധമില്ലാത്ത അനുഗ്രഹങ്ങൾ. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഭയങ്കര വയറുവേദനയായിരുന്നു, വയറുവേദന മാറി, രക്ഷയായിട്ട് ബന്ധമൊന്നുമില്ല. എനിക്ക് കല്യാണം നടക്കില്ലായിരുന്നു, പ്രാർത്ഥിച്ച് അവസാനം കല്യാണം നടന്നു, രക്ഷയുമായിട്ട് ബന്ധമൊന്നുമില്ല. ഫ്ലൈറ്റിൽ കയറിയപ്പം അവർ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഗ്രേഡ് ചെയ്ത് ബിസിനസ് ക്ലാസ്സിൽ കൊണ്ടുപോയി വിട്ടു. ദൈവത്തിൻ്റെ കൃപ, സ്തോത്രം. ഒരു കാര്യമില്ല, രക്ഷയുമായിട്ട് യാതൊരു ബന്ധമില്ല. 4 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ ഇറങ്ങിപ്പോണം, ഫ്ലൈറ്റ് നിങ്ങളുടെ വീട്ടിലോട്ടൊന്നും വരത്തില്ല. താൽക്കാലികം. ഇതിനാണ് നമ്മൾ കോമൺ ഗ്രേസ് എന്ന് പറയുന്നത്. മഴ, വെയിൽ, ജോലി, സമ്പത്ത്, പണം, മക്കൾ, ആരോഗ്യം, ഇതെല്ലാം രക്ഷയുമായി ബന്ധമില്ലാത്ത കോമൺ അനുഗ്രഹങ്ങളാണ്. ഇതിനു വേണ്ടിയാണ് ബലം പിടുത്തം മൊത്തം. നമ്മൾ മുഴുവൻ ബഹളം വയ്ക്കുന്നത് ഇത് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാം ഈ ദൈവത്തിൻ്റെ കാര്യം വേണ്ടിയിട്ട് ആരുടെ കാര്യത്തിലേക്ക് തിരിഞ്ഞു? അപ്പോൾ ശരിക്കും കർത്താവ് മുകളിൽ നിന്ന് ഒറ്റ വിളി വിളിച്ചാൽ എല്ലാത്തിനും എന്തോ വിളിക്കാം? ഇനി അത് പോട്ടെ, നമുക്ക് വിവരമില്ലാഞ്ഞിട്ടാന്ന് പറയാം. പ്രവാചകന്മാർ അവരാണെങ്കിൽ വെളിപ്പാടുള്ളവരല്ലേ, അവരെങ്കിലും എന്നാ പറഞ്ഞു തരണ്ടേ ഉയരത്തിലുള്ളത്. എന്നാൽ അവരിതിനേക്കാൾ ഭയങ്കര മനുഷ്യരുടെ കാര്യം അന്വേഷിക്കുന്നത്. അവരെ സ്റ്റേജിൽ നിന്ന് ചിലപ്പോൾ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ എന്നൊക്കെ വൈബ്രേഷൻ പറഞ്ഞാലും ഈ ഫ്രണ്ടിലോട്ട് ഇറങ്ങി അന്യഭാഷ പറഞ്ഞ് നിങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കുമോ പിന്നെ മുഴുവൻ ലോകമാണ്, മുഴുവൻ മനുഷ്യരുടെ കാര്യമാണ്. എനിക്കൊന്ന് സാത്താന്മാരെല്ലാം കൂടെ കൂടും കെട്ടി ഇറങ്ങിയൊക്കെ ഇത് മൊത്തം മനുഷ്യരുടെ കാര്യം. അതുകൊണ്ട് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ പെൻഡക്കോസ്റ്റൽ ചർച്ച് ലോകമെമ്പാടും ക്രിസ്തുവിനെ കുറിച്ച് ഒരു അക്ഷരം പറയാത്ത സഭയായിട്ട് മാറി എന്നുള്ളതാണ്. കത്തോലിക്കരുടെ കുർബാനയ്ക്ക് പോയി കഴിഞ്ഞാൽ 3/4 മണിക്കൂറുള്ളൂ. മഹാമണ്ഡലത്തിൽ അവർ കാണിക്കുന്ന മൊത്തം അവരൊരു അപ്പം എടുത്തിട്ട് ഇത് യേശുവാണെന്നും പറഞ്ഞ് അത് മുറിച്ച്, അപ്പോൾ ആൾക്കാർ ചോദിക്കും ഈ മനുഷ്യൻ എങ്ങനെ യേശുവിൻ്റെ ശരീരം മുറിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അച്ഛൻ കാപ്പ ഇടുന്നതോടുകൂടി അച്ഛനെ ക്രിസ്തുവായിട്ട് കണക്ക് കൂട്ടിക്കണം. അതുകൊണ്ടാണ് അവരെല്ലാവരുടെ വണങ്ങി അച്ഛൻ വരുമ്പോഴേക്കും വണങ്ങുന്നത്. കാരണം ഈ കാപ്പ ഇട്ട് അച്ഛൻ ക്രിസ്തുവാണ്, അങ്ങനെ സങ്കല്പിക്കണം. അപ്പോൾ അന്നേരം യേശുവിൻ്റെ ശരീരമായിട്ട് മാറും. പറയുന്ന മുഴുവൻ ക്രിസ്തുവിനെ കുറിച്ച്, എല്ലാ മണ്ഡലത്തിലാണെങ്കിലും പറയുന്ന മുഴുവൻ ക്രിസ്തുവിനെ കുറിച്ചാണ്. CSIക്കാരുടെ പ്രാർത്ഥനാ പുസ്തകം ഞാൻ എടുത്തിടെ, ഞാൻ ഈ രാവിലെ ചർച്ചിൽ അത് പറഞ്ഞു. ഞാൻ യാദൃശ്യ കണ്ട, ഞാൻ പണ്ട് CSI പള്ളിയിലൊക്കെ പോയിരുന്നു. അതെടുത്ത് നോക്കിയത് 1663 ഇംഗ്ലണ്ടിൽ നവീകരണം നടക്കുന്ന സമയത്ത് അവിടെ അവർ പ്രിപ്പയർ ചെയ്തൊരു സാധനം, അത് ബുക്ക് ഓഫ് കോമൺ പ്രയർ എന്ന് പറയുന്നത്. ഓരോ പേജ് ഞാനിങ്ങനെ മറിച്ച് നോക്കി. ഒരു പേജിൽ മുഴുവൻ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മുഖത്ത്, ഒരു പേജ് മൊത്തം ബൈബിളിലെ വാക്യങ്ങൾ വെച്ച് വെളിപ്പാടിൽ ആരാധനയാണ്. കർത്താവിൻ്റെ അത്താഴത്തിന് വേണ്ടിയുള്ള ഒരുക്കം. അവിടെ പറയുന്ന മുഴുവൻ യേശുക്രിസ്തു ഏകയാഗത്താൽ നമുക്ക് എന്നേക്കുമായി തന്ന രക്ഷയെക്കുറിച്ചാണ്.
എന്നിട്ട് പറയുന്നത് ഒരിക്കലായി പിതാവുമായുള്ള പ്രതിശാന്തിയെ തികയ്ക്കുകയും നമ്മുടെ പാപങ്ങളെ പരിഹരിക്കുകയും എന്നേക്കുമായുള്ള ഒരു യാഗം പൂർത്തിയാക്കുകയും ചെയ്ത ശേഷം കർത്താവ് പറയാണ് ആ ഓർമ്മയെ തൻ്റെ വിശുദ്ധ സുവിശേഷത്തിലൂടെ നമ്മെ കൽപ്പിച്ച് നിയമിക്കുകയും ആ ഓർമ്മയെ കൽപ്പിച്ച് നിയമിക്കുകയും ചെയ്തതുകൊണ്ട് എന്ന് പറഞ്ഞാണ് അപ്പോൾ എടുക്കുന്നത്. ഇത് കൃത്യമായി യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ അവരൊന്നും പറയുന്നില്ല. സ്നാനമില്ല, അച്ഛന്മാർ കൂപ്പായിട്ട് നടക്കുന്ന കാണുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്, അവിടെ നിന്ന് ചാടിങ്ങ് പോകുന്നു. ബ്രദറുകാരാണെങ്കിൽ ബ്രദറുകാർക്ക് ഒന്നും രണ്ടും ദുരുപദേശമല്ല ഉള്ളത്. നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഒന്നോ രണ്ട് പരിസ്ഥാനങ്ങളെ കുറിച്ച് മാത്രമല്ല അവരുടെ ദുരുപദേശം. അവർക്ക് ഒത്തിരി ദുരുപദേശങ്ങൾ പല രീതിയിൽ അവർ വ്യവസ്ഥാപിതമായി അടുക്കി വെച്ചിട്ടുണ്ട്. അവർ ബൈബിൾ പഠിക്കുന്ന പോലും ഒരു പ്രത്യേക രീതിയിലാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് 5 പോയിന്റ് അങ്ങനെ പഠിക്കുന്നവരെ, അല്ലാതെ അതിൻ്റെ ജീവനോട് കിടക്കാൻ അവരെ കൊണ്ട് പറ്റത്തില്ല. എന്തെങ്കിലും ആട്ടെ, അവരും ആ 3 മണിക്കൂർ ഇരിക്കുന്ന സമയം മുഴുവൻ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പവും പാനപാത്രം ഒരുക്കി വെച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി മരിച്ച കുഞ്ഞാടിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ ഒരു 10-20 പേരെങ്കിലും സ്തോത്രം ചെയ്തിട്ട് ഒരപ്പം നിർത്തും. പെന്തക്കോസ്റ്റിൽ മാത്രം 2 പാട്ട് പാടി, സങ്കീർത്തനം വായിച്ചു, ദാവീദിനെ കുറിച്ച് പ്രസംഗിച്ചു, സാക്ഷ്യം പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചോ, എല്ലാം അങ്ങോട്ടുള്ള യാത്ര ഇങ്ങോട്ടുള്ള യാത്ര. ഈ ഫ്ലൈറ്റിലായതുകൊണ്ട് അവരങ്ങോട്ട് പോയി, നാളെ പോകുന്നു, ഇങ്ങോട്ട് വരുന്നു. എല്ലാം മനുഷ്യൻ്റെ കാര്യമാണ്. ഞാൻ ഇത്തിരി കൂടുതൽ കുറ്റം പറഞ്ഞോ? എല്ലാം മനുഷ്യൻ്റെ കാര്യമാണ്. അതും ഇവിടെ ഈ ലോകത്തിലെ ജീവിതം നീട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. എല്ലാം അപ്പം തിന്നുന്ന കാര്യമാണ്. അവസാനം ഒരു സ്പെഷ്യലിസ്റ്റ് പാസ്റ്ററെ പ്രസംഗിക്കാൻ വിളിച്ചിട്ടുണ്ട്. ഈ സ്പെഷ്യലിസ്റ്റ് പാസ്റ്റർമാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അവർ നിങ്ങൾ വിളിച്ച ഏറ്റവും നല്ല പ്രസംഗം ഇവിടെ പ്രസംഗിക്കുള്ളൂ. കാരണം നാളെ വിളിക്കാൻ വേണ്ടി. അപ്പോൾ ഒരു നല്ല പ്രസംഗം ഒരു കരുതി വെച്ചിട്ടുണ്ട് ആദ്യം പ്രസംഗിക്കാൻ. ഇമ്പ്രസ് ചെയ്യാന്ന് പറയും. എന്നോട് പണ്ട് ഒരു മനുഷ്യൻ പറഞ്ഞത്, നിങ്ങൾ എവിടെയെങ്കിലും ചർച്ച ഇടിച്ച് കയറണം, ഇവിടെ അല്ല കേട്ടോ, കേരളത്തിൽ. എന്നൊരു 5 മിനിറ്റ് സാക്ഷ്യത്തിൻ്റെ സമയത്ത് വചനം പറയണം. നിങ്ങളുടെ കയ്യിൽ വചനം ഉള്ളതുകൊണ്ട് അവർ പിന്നെ സമയം തരും. പിടിച്ച് കയറാൻ വേണ്ടി ഒരു വഴി പറഞ്ഞു തന്നാ. അപ്പോൾ ഒരു വർഷം മുമ്പ് ഞാൻ ചെന്നൈ IPCയിൽ ചെന്നപ്പോൾ അവിടുത്തെ പാസ്റ്ററിനോട് പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഇവിടെ വളരെ പ്രശസ്തനായ ഒരു പ്രസംഗനാണ് സംസാരിച്ചത്. നിങ്ങൾക്ക് പേര് പറഞ്ഞ മനസ്സിലാവുകൊണ്ട് പറയുന്നില്ല, ഇവിടെയൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാനിവിടെ പ്രസംഗിക്കുന്ന പ്രസംഗം നിങ്ങൾ യൂട്യൂബിൽ നിന്ന് ഇട്ടേക്കരുത്. അതെന്താ ചോദിച്ചാൽ പറഞ്ഞു, അടുത്ത ആഴ്ച ഗൾഫിലോട്ട് പോകുന്നുണ്ട്, അവിടെ പ്രസംഗിക്കാനുള്ള പ്രസംഗമാണ്, അതിവിടെ വെച്ച് ലീക്കായി പോയാൽ അപ്പോൾ അവിടെ ചെല്ലുമ്പം അവർക്ക് പുതുമ ഉണ്ടാവും. എൻ്റെ കർത്താവേ, അദ്ദേഹം പറഞ്ഞേക്കുന്നത് കഥകൾ സമാഗമന കൂടാരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ദാനിയേലിനെ കുറിച്ചോ. അപ്പം രാവിലെ പാട്ട് കഴിഞ്ഞു, സങ്കീർത്തനം കഴിഞ്ഞു, സാക്ഷ്യം കഴിഞ്ഞു, പ്രസംഗം കഴിഞ്ഞു, യേശുക്രിസ്തുവിനെ കുറിച്ചൊരു അക്ഷരം പോലും മിണ്ടിയില്ല. ആർക്കും മനസ്സിലായില്ല ഇത് യഹൂദന്മാരുടെ സിനഗോഗ എന്നുള്ള കാര്യം. ഒരാൾക്കും മനസ്സിലായില്ല. ഇന്നൊരു 95% പെന്തക്കോസ്ത് സഭകൾ യഹൂദന്മാരുടെ സിനഗോഗുകൾ പോലെ യേശുക്രിസ്തു അറക്കപ്പെട്ട കുഞ്ഞാടിന് രക്ഷയോർത്ത് മഹത്വം കൊടുക്കുന്നില്ല. സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഞാൻ ഓർത്ത് സ്തോത്രം ചെയ്യുന്നേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ച അനേക ആൾക്കാരെ സ്വർഗത്തിൽ കൊണ്ടുപോയപ്പം ഞങ്ങളെ കൊണ്ടുപോകാതിരുന്നേന്. കഴിഞ്ഞ ആഴ്ച അനേക ആൾക്കാർ ഇവിടെ വിട്ട് കർത്താവിൻ്റെ നിത്യമായ വാസസ്ഥലത്തിലേക്ക് പോയി. ഞങ്ങളെ കൊണ്ടുപോകാതിരുന്നതിന് സ്തോത്രം. ഞങ്ങളെ ഈ ഷാർജയിൽ തന്നെ ഇട്ടതിന് എത്ര നന്ദി പറഞ്ഞു. ആലോചിക്കുക, എന്ത് ധിക്കാരമാണ്, എന്ത് ധിക്കാരം. കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിൽ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രാർത്ഥിക്കണം, വിസ പോയി. ഞാൻ പറഞ്ഞു, വിസ പോയാൽ ഇന്ത്യയിലോട്ട് പോകാമല്ലോ, ഇന്ത്യയിലോട്ട് പോവാം. അത് ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനെല്ലാം വലിയ വലിയ ഇഷ്യൂ ആക്കി മാറ്റേണ്ട കാര്യമില്ല. ദൈവത്തിന് നമ്മളെ നടത്താൻ അറിയാം, നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനു വേണ്ടിയുള്ള ഈ പരാക്രമമായതുകൊണ്ട് പ്രവചനം മുഴുവൻ അത്, പ്രസംഗം മുഴുവൻ അത്. ഞാൻ എന്ത് പറഞ്ഞാലും വൈബ്രേഷനിലായി നിങ്ങളായില്ലെങ്കിലും നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വരുന്ന ദൈവം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ എല്ലാവരും വൈബ്രേഷനിലാവും. ആ ഒരൊറ്റ വിഷയത്തിനകത്ത് പെന്തക്കോസ്തുകാരുടെ വിഷയങ്ങൾ തീരുന്നതേ ഇല്ല. ആദ്യം കുഞ്ഞുങ്ങളുണ്ടാകുന്ന വിഷയം, പിന്നെ ഡെലിവറിയുടെ വിഷയം, അത് കഴിയുമ്പം നഴ്സറി സ്കൂളിൽ അഡ്മിഷൻ കിട്ടാനുള്ള വിഷയം, പിന്നെ അവർ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുമ്പോഴുള്ള വിഷയം. ഇതിൻ്റെ എല്ലാം നടുവിൽ യേശു ഇറങ്ങി വരണമല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ഇവർക്ക് ജോലി കിട്ടാൻ വേണ്ടിയുള്ള വിഷയം, അതിനകത്ത് യേശു ഇറങ്ങി വരണം. പിന്നെ കല്യാണം കഴിക്കണം, പിന്നെ അവർക്ക് സെറ്റിലാണ്, പിന്നെ അവർക്ക് പിള്ളേരുണ്ടാവണം, പിന്നെ അവരുടെ പിള്ളേരെ പഠിപ്പിക്കണം. അതിന് ആ സമയമാകുമ്പോഴേക്കും നമുക്ക് സെറ്റിലാവണം, നമുക്കൊരു വീട് വേണം. അത് കഴിയുമ്പോൾ കൊച്ചുമക്കളുണ്ടാവും, അവരുടെ വിഷയങ്ങളോട് വിഷയങ്ങൾ. ഇതിന് നടുവിലെല്ലാം കർത്താവിനെ ഇറക്കി വരുത്തിക്കൊണ്ടിരിക്കുക. ഓരോ പ്രാർത്ഥനയിലും കർത്താവ് ഇറങ്ങി വരുന്നു, പോകുന്നു. ഒരു ജനറേഷൻ കഴിയുമ്പം ഇവിടെ ഇരിക്കുന്ന മക്കൾക്ക് അറിയാൻ മേല കർത്താവ് ആരാ.
കഴിഞ്ഞ ദിവസം ഒരു മോളെന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിൽ ആകെ യേശുക്രിസ്തുവിൻ്റെ പേര് പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ എന്ന് പറയാൻ വേണ്ടി. വേറെ സത്യമായിട്ടും എന്നോട് പറഞ്ഞു, വേറെ ഒരു വിഷയത്തിലും യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞില്ല. ഇനി ഒരു സ്റ്റോറിയും കൂടെ പറയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട്. നമ്മുടെ ആ കഷ്ടകാലം എന്താണെന്ന് കാണിക്കാൻ വേണ്ടി പറയുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം വേറൊരു വിദേശ രാജ്യത്ത്, എവിടെയാണെന്ന് പറയുന്നില്ല, അവരിത് കേട്ട് കഴിഞ്ഞാൽ, ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അവരിത് കേട്ട് കഴിഞ്ഞാൽ ഞങ്ങളെക്കുറിച്ച് എന്നാലും പറഞ്ഞല്ലോ എന്ന് വിചാരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ സ്ഥലം പറയുന്നില്ല. അവിടെ ചെന്നപ്പോൾ അവർ വർഷിപ്പ് ചെയ്യുമ്പോൾ നല്ല പാട്ടുകളാണ്, എല്ലാം നല്ല പാട്ടുകളാണ്. പക്ഷെ പറയുന്ന മുഴുവൻ എന്നറിയോ, ഈ വർഷിപ്പിന് പറയുന്നത് ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് സ്തോത്രം, കഴിഞ്ഞ ആഴ്ച നടത്തിയതിന് സ്തോത്രം, കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച നടത്തിയതിന് സ്തോത്രം. ഈ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച തൊട്ട് നടത്തിയതിന് സ്തോത്രം അംബാനിക്കും പറയാം, അയാൾ നല്ല ഒന്നാന്തരമായിട്ട് നടന്നതാണ്. പിണറായി വിജയനും പറയാം, ഇടി അപ്പുറത്തും ഇപ്പുറത്തും നടന്നിട്ടും പിടിച്ചിട്ടില്ല. അപ്പോൾ പുള്ളിക്കും പറയാം, കഴിഞ്ഞ ആഴ്ച അത്ഭുതകരമായിട്ട് നടത്തിയ മാർക്സ് മുത്തപ്പനോ ആരാ അവരുടെ ദൈവം, കാർൽ മാർക്സ്, ഇവർക്ക് എല്ലാവർക്കും പറയാം കഴിഞ്ഞ ആഴ്ച നടത്തി, കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച നടത്തി. കഴിഞ്ഞ പ്രാവശ്യം ഫ്ലൈറ്റിൽ പോയപ്പോൾ ഒരു വിശ്വാസി അതിനകത്തുണ്ടായിരുന്നത്, ബാക്കി 175 അവിശ്വാസികളെയും കർത്താവ് ക്ഷേമമായിട്ട് എത്തിച്ചു. അവർ പ്രാർത്ഥിച്ചു ഇല്ല, അവർ കർത്താവിനെ തള്ളി പറഞ്ഞുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഒരു പ്രശ്നമില്ലായിരുന്നു. മഴ പെയ്തപ്പോൾ വിശ്വാസിക്ക് കുറച്ച് മഴ കൊടുത്തേക്കാന്ന് പറഞ്ഞില്ല, അവിശ്വാസിക്കും ഒരുപോലെ കൊടുത്തു. ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളെയാണ് നമ്മൾ സാമാന്യ അനുഗ്രഹങ്ങളെന്ന് പറയുന്നത്. ഇന്ന് സഭകളിൽ ഈ സാമാന്യ അനുഗ്രഹമല്ലാതെ വേറൊരു പരിപാടി നടക്കുന്നില്ല. പക്ഷേ സാമാന്യ അനുഗ്രഹങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്, അത് നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ ഇത് വരികയില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. എന്നാൽ പ്രാർത്ഥിക്കാത്ത വിവരദോഷികൾക്ക് ഇത് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ഈ ഷാർജയിൽ നിങ്ങൾ നോക്കിയാൽ ഏറ്റവും വലിയ പണക്കാരിവിടുത്തെ വിശ്വാസികളാണോ? ആണോ അല്ലയോ? നിങ്ങൾ പറ, ആണോ? അല്ല. ലോകം മുഴുവൻ നോക്കിയാൽ ഏറ്റവും വലിയ പണക്കാരൻ വിശ്വാസിയാണോ? നമ്മുടെ പ്രാർത്ഥന പോലെ വല്ലതും ദൈവം കേട്ടായിരുന്നെങ്കിൽ ഷാർജ നമ്മൾ പിടിച്ചടക്കിയേനെ. നമ്മുടെ പ്രാർത്ഥന വല്ലതും ദൈവം കേൾക്കുമായിരുന്നെങ്കിൽ കോവിഡ് വരുമ്പം ക്രിസ്ത്യാനി മാത്രം മരിക്കില്ലായിരുന്നു. കോവിഡ് വന്ന അവസാനം പോയി കഴിഞ്ഞപ്പം ക്രിസ്ത്യാനികളുടെ മരണസംഖ്യ 2%, ഹിന്ദുക്കളുടെ 2%, മുസ്ലിങ്ങളുടെ 2%, പ്രാർത്ഥിച്ചത് മാത്രം ബാക്കി. എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടല്ലേ? ഇത്തിരി ദേഷ്യം വന്നാലും കുഴപ്പമില്ല. കാരണം കർത്താവ് തന്നെ പറഞ്ഞു, അപ്പം തിന്നുന്ന പരിപാടിയല്ലാതെ വേറെ ഒരു വക ഇവർക്ക് ഓർമ്മയില്ല. ഈ യേശു കർത്താവ് വന്ന് പത്രോസിൻ്റെ പടകിൽ കയറി ആഴത്തിലേക്ക് നീക്കി വല വീശാൻ പറഞ്ഞപ്പം, ഈ ആഴത്തിലേക്ക് നീക്കി വല വീശി ഇഷ്ടംപോലെ മീൻ കിട്ടിയില്ലേ? കിട്ടിയില്ലേ? നമ്മളൊക്കെ ഇത്തിരി വൈബ്രേഷനോട് പറഞ്ഞാൽ ഒരു കൺവെൻഷൻ മെസ്സേജ് ആയിരിക്കും. അതെങ്ങനെയാണെന്നറിയോ? നിന്റെ പടകിൽ യേശു ഉണ്ടെങ്കിൽ. കേട്ടിട്ടുണ്ടോ ഇത്? ഈ വൈബ്രേഷൻ എവിടെയും കേട്ടിട്ടുണ്ടോ? ഞാനായിരുന്നു പത്രോസിൻ്റെ സ്ഥാനത്തേക്ക് ഞാൻ കർത്താവിന് പറഞ്ഞേനെ, കർത്താവേ ഇത്രയും നാൾ നീ ഇല്ലാതെ ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടാണ് ഞാൻ പൊട്ടിയത്. ഇതൊക്കെ തങ്കപ്രദം ചോദിച്ചാൽ ഞാൻ കൃത്യമായിട്ട് പറയും. അവർ കർത്താവില്ലാതെ ബിസിനസ് ചെയ്ത് പൊട്ടിയിട്ട് ഇപ്പോൾ കർത്താവുമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് അവർ. ഇനിമേലിൽ നീ ഇല്ലാത്ത ഒരു ബിസിനസ്സിനും ഞങ്ങളില്ല. മീൻ പിടിക്കാൻ പോകുമ്പം നീ പടകിൽ വേണം, നീ പറയണം എവിടെ വീശണം, അവിടെ വീശും. പിന്നെ അപ്പം ഇഷ്ടം പോലെ മീൻ കിട്ടും. പിന്നെ രണ്ടാമത് മീൻ പിടിക്കാൻ പോകേണ്ട കാര്യമില്ല. കാരണം എന്താ? ഒറ്റ മീൻ പിടുത്തം മതി. ബാക്കിയുള്ള സമയം മുഴുവൻ കർത്താവിൻ്റെ കൂടെ ദൈവരാജ്യത്തിൻ്റെ പ്രസംഗം, രാത്രി മുഴുവൻ ഓൾനൈറ്റ് പറയാം. ഉറങ്ങിയില്ലേലും കുഴപ്പമില്ല, രാവിലെ 1 മിനിറ്റ് നീ എൻ്റെ കൂടെ വന്നാൽ. അപ്പോൾ കർത്താവ് വയ്ക്കും, ഞാൻ നിൻ്റെ കൂടെ വന്നാൽ നീ എനിക്ക് എന്ത് തരും? അപ്പം ഞാൻ പറയും, 100 അയല എനിക്ക് കിട്ടിയാൽ 10 അയല അത് കർത്താവിനുള്ളതാണ്. നീ പറ്റിക്കുമോ? 9 ആക്കുമോ? കാരണം എല്ലാവരും 10 കൃത്യമായിട്ട് ഇടാറൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയും, ഒരിക്കലുമില്ല, 10 പിടയ്ക്കുന്ന അയല കൃത്യമായിട്ടും കർത്താവിന് തന്നിരിക്കും. അപ്പോൾ കർത്താവ് പറയും, നീ 10 കൃത്യമായിട്ട് തരുമെങ്കിൽ ഞാൻ പിന്നെയും വന്ന് നിനക്ക് മീൻ പിടിക്കാൻ സഹായിക്കാം. ഈ കർത്താവ് ആരായിരിക്കും? ഇതാരായിരിക്കും ഈ 10 മീനിന് വേണ്ടി നിങ്ങൾ അനുഗ്രഹിക്കുന്നത്? ഇത് ദൈവത്തെ എത്ര ചെറുതാക്കി നമ്മൾ അവതരിപ്പിക്കുന്നു നോക്കി. ഒരു മനുഷ്യനെ പാർട്ട്ണറാക്കിയാൽ 50% കൊടുക്കേണ്ടി വരും. എന്നാൽ വലിയ ഗുണമില്ല താനും. ഈ 10% മാത്രം കൊടുത്ത് കൃത്യമായി മീൻ പിടിക്കേണ്ടത് എവിടെയാണെന്ന് കാണിച്ചു തരുന്ന ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് തകർന്നില്ലേ? തകർത്ത് വാരിയില്ലേ? പൊളിച്ചടുക്കിയില്ലേ? ഇല്ലേ? ഇങ്ങനെയൊക്കെയല്ലേ പുതിയ ഭാഷകൾ. എന്ത് ചെയ്യാനാ? ഇത് തന്നെ പരിപാടി. അപ്പോൾ ഇതിനകത്തൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെറുപ്പകാലത്ത് പിള്ളേരോട് അപ്പനമ്മയും പറയും, മോനെ യേശുപ്പച്ചനെ പ്രാർത്ഥിക്കുക, നിനക്ക് ബാഗ് വേണോ, ചെരുപ്പ് വേണോ? യേശുപ്പച്ചനെ പ്രാർത്ഥിച്ചാൽ യേശുപ്പച്ച ചെരുപ്പ് തരും. കേട്ടിട്ടുണ്ടോ ഇത്? ഈ പിള്ളേരെ
രാത്രി മുഴുവൻ പ്രാർത്ഥിക്കും. അപ്പനമ്മമാർ എവിടെ നിന്നെങ്കിലും ചെരുപ്പ് മേടിച്ചുകൊണ്ട് ഫ്രണ്ടിൽ കൊണ്ട് വയ്ക്കും. എന്നിട്ട് രാവിലെ കൊച്ചെഴുന്നേറ്റ് നോക്കുമ്പോൾ യേശുപ്പച്ച രാത്രിയിൽ ചെരുപ്പായിട്ട് വന്നു. ആ പാവം അങ്ങനെ വിശ്വസിക്കുന്നത്. എന്നിട്ട് 2-3 പ്രാവശ്യമൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും അല്ലേ. പിന്നെ കുറച്ച് പ്രായമായി കഴിയുമ്പോൾ ഇവൻ പ്രാർത്ഥിക്കും, കർത്താവ് എനിക്ക് എക്സാമിനേഷന് പാസ് തരണേ, കിട്ടില്ല. പിന്നെ എന്തു പറ്റി? രാത്രി കൃത്യമായിട്ട് ചെരുപ്പ് കൊണ്ടെത്തുന്ന കർത്താവ് ഇപ്പം എന്താ എക്സാമിനേഷന് പാസ്സാക്കി തരാത്തത്? അങ്ങനെ പതുക്കെ നോക്കുമ്പം അവിശ്വാസികളല്ല ഇവനേക്കാൾ മാർക്ക് വാങ്ങിക്കുന്നു. ഇവൻ പ്രാർത്ഥിച്ചിട്ടും നടക്കുന്നില്ല. പതുക്കെ ഇവൻ്റെ ഉള്ളിൽ ആ വിശ്വാസം ഉള്ളത് അങ്ങ് പോകും. പിന്നെ ഇവനോടൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഇവനൊന്ന് പ്രാർത്ഥിക്കും. പാട്ട് പാടാൻ പറഞ്ഞാൽ കീബോർഡിൽ നല്ല തട്ടും. പക്ഷെ അകത്ത് കർത്താവ് നടത്തുന്നുള്ള ഫെയ്ത്ത് തന്നെ കാണുന്നില്ല. കാരണം നടക്കുന്നില്ല. മിക്ക സ്ഥലങ്ങളിലും പ്രാർത്ഥിച്ചിട്ടും വലിയ പ്രയോജനമൊന്നും, പ്രാർത്ഥിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? കുറച്ചൊക്കെ ഉണ്ട്. എന്നാലും പ്രാർത്ഥിക്കുന്ന മിക്കവാറും വിഷയങ്ങളൊക്കെ തള്ളിപ്പോകാറാണ് പതിവ്. നിങ്ങളെ സമ്മതിക്കുകയില്ല, അത് സത്യം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമൺ ബ്ലെസ്സിങ്സിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് ദൈവം അവന് തോന്നുന്ന പോലെ കൊടുക്കുന്നത്. മനസ്സിലായോ? ചിലരെ വല്ലാതെ അങ്ങ് സമ്പന്നരാക്കും, ചിലരെ കഷ്ടതയുടെ ഇടയിലൂടെ നടത്തും. അതല്ല ദൈവത്തിൻ്റെ ഒരു എക്കണമിയുടെ ഭാഗമായിട്ട് ദൈവം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ച്, ഒരു സഭയെ സംബന്ധിച്ച്, സഭ ഒരിക്കലും ഈ സാമാന്യ അനുഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട കച്ചവടം നടന്നൊരു സ്ഥലമല്ല. ഇത് പ്രത്യേക അനുഗ്രഹങ്ങളുടെ വിപണന കേന്ദ്രമാണ്. ഓരോ സഭയിലും പ്രസംഗിക്കപ്പെടേണ്ടതും വിതരണം ചെയ്യപ്പെടേണ്ടതും പ്രത്യേക സ്പെഷ്യൽ ഗ്രേസ് ആണ്. ഈ സ്പെഷ്യൽ ഗ്രേസ് എന്ന് പറയുന്നത് കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചത് കൊണ്ട് മാത്രം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെയാണ് നമ്മൾ സ്പെഷ്യൽ ഗ്രേസ് എന്ന് പറയുന്നത്. അത് ലോകത്തിൽ എല്ലാവർക്കും ഇല്ല. അംബാനിക്ക് പറയാൻ പറ്റത്തില്ല, അത് ബിൽഗേറ്റ്സിന് പറയാൻ പറ്റത്തില്ല, അത് നമുക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അവൻ എനിക്കായി മരിച്ചതിനാൽ ഞാൻ സ്വർഗത്തിൽ നിത്യജീവൻ അവകാശിയായിരിക്കുന്നു. ഇതാണ് പുതിയ നിയമത്തിൻ്റെ വർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളുകൾ മുഴുവൻ ഈ കോമൺ ഗ്രേസിലേക്ക് തിരിഞ്ഞതോടുകൂടി വിശ്വാസം എന്ന് പറയുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പിന് പകരം അത് മോഹിക്കുന്നതിൻ്റെ ഉറപ്പായിട്ട് മാറി. മനസ്സിലായോ? അപ്പം നമുക്കൊരിത്തിരി അത്യാഗ്രഹമില്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പം നിങ്ങൾ വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? നിങ്ങൾക്ക് കാനഡയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ വിശ്വസിക്കണം. അപ്പോൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം? കുറച്ച് അത്യാഗ്രഹം വേണ്ടേ? അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? ഉള്ളത് കൊണ്ട് തൃപ്തരാണെങ്കിൽ നിങ്ങൾ വേറെ കൂടുതൽ വലിയ പ്രാർത്ഥനയ്ക്ക് പോവോ? അപ്പോൾ നിങ്ങൾ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യരുത്? തൃപ്തിപ്പെടരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത ലെവലിന് വേണ്ടി പ്രാർത്ഥിക്കണം. അടുത്ത ലെവൽ. അപ്പോൾ കുറച്ച് അത്യാഗ്രഹം വേണം. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന പൈസ മതിയോ? ഇപ്പം കിട്ടുന്ന സാലറി മതിയോ? മിണ്ടുന്നില്ല, ആരും മിണ്ടുന്നില്ല. പോരാന്ന് എനിക്കറിയാം, പോരാ. കാരണം നമ്മുടെ ഉള്ളിൽ ഈ വിശ്വാസത്തെ മുമ്പോട്ട് വിടണമെങ്കിൽ എന്ത് ചെയ്യണം? അത്യാഗ്രഹം വർദ്ധിക്കണം. മക്കളെ, നിങ്ങളെല്ലാവരും അത്യാഗ്രഹികളാക്. എന്നിട്ട് പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച് മുതലാളിമാരാക്. 10% ഇങ്ങോട്ടും കൊണ്ടുപോവാ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ദേഷ്യം വരുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് പക്ഷെ ഇതിൻ്റെ ഒരു കോൺസിക്വൻസ് എന്താണെന്നറിയോ? പ്രത്യാശ അപ്രത്യക്ഷമായി. ഇപ്പം ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. ആരും കൈവക്കരുത്. ഒരു ചോദ്യം ചോദിക്കാം. ഇപ്പം കർത്താവ് വന്നാൽ 100 out of 100% ഞാൻ സ്വർഗത്തിൽ പോയിരിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? 99.9 ആകരുത്. 100 out of 100. പലരും ചിരിക്കുന്നുണ്ട്, ഒത്തിരി പേര് ചിരിക്കുന്നുണ്ട്. അവിടെ ഇരിക്കട്ടെ. ഇനി അഥവാ ആരെങ്കിലും സ്വർഗത്തിൽ പോകുമെന്ന് പറയുവാണെങ്കിൽ ഞാൻ അവരോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കാം. എങ്ങനെ പോകാനാ? കർത്താവ് പറഞ്ഞിട്ടുള്ള ഒരു കൽപ്പന ഇന്നേ അവരെ അനുസരിച്ചിട്ടില്ല. ഉണ്ടോ? കർത്താവ് എന്തൊക്കെയാണ് പറഞ്ഞത്? കണ്ണ് നിങ്ങൾക്ക് ഇടർച്ച വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തവരെല്ലാം കൈവർത്തി ഒന്ന് സ്തോത്രം ചെയ്തേ. ആരും നിങ്ങളുടെ ഉടുപ്പ് ചോദിക്കുന്നതിന് പുതപ്പും കൂടെ കൊടുക്കുക. അതായത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ചോദിക്കുന്നതിന് അതിന് ചാർജറും കൂടെ കൊടുത്തു വിടുക. ചെയ്തിട്ടുള്ളവരെ തട്ടിക്കൊണ്ട് പോകുന്നതിന് അയ്യോ മോനെ ഇതേ ചാർജറൂടെ കൊണ്ടുപോക്കുക. ഒറിജിനൽ ചാർജറിട്ട് ചാർജ് ചെയ്തില്ലെങ്കിൽ അത് പോവും. ചെയ്തവരെ കൈവക്കിക്ക് ആരുമില്ല. നിങ്ങളുടെ സ്വത്തെല്ലാം വിറ്റ് ദരിദ്രർ കൊടുത്തിട്ട് കർത്താവിനെ അനുഗമിക്കുന്നവരൊക്കെ ഒന്ന് കൈ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്തേ. ആരുമില്ല. പിന്നെ സുവിശേഷം പറയാൻ പോകുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പ്രദേശത്ത് പോകുമ്പം ചെരുപ്പിടരുത്, ബെൽറ്റ് വേണ്ട, രണ്ടാമത്തെ ഡ്രസ്സ് വേണ്ട, പേഴ്സ് എടുക്കരുത്. അനുസരിച്ചിട്ടുള്ള ആൾക്കാർ ആർക്കെങ്കിലും ഉണ്ടോ? 2 വലിയ ബാഗോട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്.
ഇങ്ങനെ നമ്മൾ വായിച്ചു നോക്കിയാൽ കർത്താവ് പറഞ്ഞ ഒരൊറ്റ കൽപ്പന പോലും നമ്മൾ അനുസരിച്ചിട്ടില്ല. യേശു കർത്താവ് സുവിശേഷത്തിൽ പറഞ്ഞ സ്നാനപ്പെടുക എന്ന് പറയുന്ന ഒരു കൽപ്പന അല്ലാതെ നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക. ഓക്കെ, സ്നേഹിക്കുക എന്നൊക്കെ പറയാൻ കൊള്ളാം, പക്ഷെ ആ ശത്രുവിൻ്റെ മോന്ത കാണുമ്പം ഉള്ളിൽ വരുന്ന ഹോർമോണുകൾക്ക് നല്ല പൊട്ടിയിട്ട് കൊടുക്കാനാണ് തോന്നുന്നത്. പിന്നെ കടിച്ച് പിടിച്ച് പ്രൈസ് ദി ലോർഡ് ബ്രദറെ എന്ന് പറഞ്ഞിട്ട് പോകുന്നതിൻ്റെ പാടെന്താണെന്ന് എനിക്കറിയത്തുള്ളൂ. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കർത്താവിൻ്റെ ഒരു കൽപ്പനയും നമ്മൾ അനുസരിച്ചിട്ടില്ല. സ്വർഗത്തിൽ പോവോ? കർത്താവ് പറഞ്ഞ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഒരുത്തനുമല്ല. അതെപ്പോഴാണ് പറഞ്ഞ്? ഈ ഗിരിപ്രഭാഷണം പറഞ്ഞ ശേഷം എൻ്റെ പുറകെ പറഞ്ഞു എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഒരുത്തനുമല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാത്ത ഒരുത്തനും സ്വർഗത്തിൽ പോവില്ല. ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞ കർത്താവ് പിതാവിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ ഈ ഗിരിപ്രഭാഷണം അനുസരിക്കാത്ത ആരും സ്വർഗത്തിൽ പോവില്ല. സ്വർഗത്തിൽ പോകുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്ക്. എന്ത് ചെയ്യും? എന്ത് ചെയ്യും? അപ്പം നമ്മൾ എന്തിനെങ്ങനെ ഇരിക്കുന്നു ഇവിടെ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും സ്വർഗത്തിൽ പോകുന്നു? പണ്ടൊക്കെ ചിന്തിക്കുമായിരുന്നു. ഞാൻ 94 രക്ഷിക്കപ്പെടുന്നു. 94 രക്ഷിക്കപ്പെടുന്ന സമയത്ത് അന്ന് കാസറ്റ് ഷോപ്പിൽ പോയി ഒരു കാസറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന പാട്ടുകൾ മുഴുവൻ പ്രത്യാശ ഗാനങ്ങളാണ്. സ്വർഗ്ഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ. ഓർമ്മയുണ്ടത്? രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി, അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. സിയോൻ യാത്ര ചെയ്തിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും, മൽപ്രിയനെ എന്നേശു നായകനെ എപ്പോൾ വരും. എല്ലാം പ്രത്യാശ ഗാനങ്ങളായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം ഇന്നേ വരെ നേരെ ഒരു പ്രത്യാശഗാനം ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ ഇറങ്ങുന്ന പാട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ആഹാരം കുറയില്ല, എത്ര നാൾ ജീവിച്ചിരിക്കും, ആർക്കറിയാം എപ്പം മരിക്കുമെന്ന്. ആഹാരം കുറയാതെ അവിടെ ഇരുന്നിട്ട് ബാക്കി ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ തട്ടിപ്പോയിട്ട്. പിന്നെ എൻ്റെ അധ്വാന ഫലം ഞാൻ തന്നെ ഒരുത്തിനും കൊടുക്കൂല. അത് ഈ ഹിന്ദുക്കൾ പറയുന്നത്, അവരെ സംബന്ധിച്ച് ലക്ഷ്മിയാണ് എന്താ ഈ ധനം. അത് വല്ലവനും പറക്കി കൊടുത്തു കഴിഞ്ഞാൽ ലക്ഷ്മി ഇറങ്ങി പോകുന്ന പോലെയാണ്. അതുകൊണ്ട് ഒരു 5 പൈസ ആർക്കും കൊടുക്കുകയല്ലേ. ഹിന്ദുക്കളുടെ ഒരു രീതി എന്നാണ്. അതായത് അവരുടെ കയ്യിൽ നിന്ന് ഒരു 100 രൂപ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ലക്ഷ്മി ഇറക്കി വിടുന്ന പോലെയാണ്. അവരുടെ വീട്ടിൽ വന്ന് ലക്ഷ്മി പറഞ്ഞു കൊടുത്തില്ല. അതിൽ ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഗണപതിയെ ഫ്രണ്ട് വയ്ക്കുന്നത്. കാരണം ഗണപതി അകത്ത് കയറ്റിയാൽ പുള്ളി ഭയങ്കര തീറ്റക്കാരനെ, എല്ലാം തിന്നു കളയും. പുള്ളി അങ്ങനെയാണ് നോർത്ത് ഇന്ത്യയിലെല്ലാം വെളിയിൽ വയ്ക്കുള്ളൂ, അവസാനം വെള്ളത്തിൽ മുക്കിക്കളയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ സാമാന്യ അനുഗ്രഹങ്ങളുടെ തലത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളുണ്ട്. നമ്മൾ മറന്നുപോയൊരു കാര്യം, കർത്താവ് പറയുന്ന ഒരൊറ്റ കാര്യം പോലും നമ്മൾ അനുസരിച്ചിട്ടില്ലെന്നുള്ളതാണ്. അപ്പോൾ പിന്നെ മരണത്തെ പേടിക്കാതിരിക്കുമോ? അടുത്ത മോമെന്റ് കണ്ണട തുറക്കുമ്പോൾ കർത്താവിന് മുമ്പിലോട്ട് ചെല്ലുമ്പോൾ നീ വല്ലതും അനുസരിച്ചോടാ മോനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്നാ പറയും? അപ്പോൾ നമുക്ക് നീതിമാന്മാരാണെന്ന് സ്വയം തോന്നാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കി. അത് വെച്ച് നീതിമാനായി. വെള്ള വസ്ത്രം, അപ്പോൾ കുറച്ച് നീതി കിട്ടി. ശരിയല്ലേ? ക്ലീൻ ഷേവ് ചെയ്ത് കുമ്പളങ്ങ മുഖം, അപ്പം കുറച്ചും കൂടെ നീതി കിട്ടി. പിന്നെ എന്തോ ആഭരണമെല്ലാം ഊരി, അപ്പോൾ കുറേ നീതി കിട്ടി. പിന്നെ പ്രത്യേക രീതിയിൽ ആവാൻ തക്കണം ഇടയാ തീർന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെന്തക്കോസ് ഭാഷയും കൂടെ കിട്ടി കഴിഞ്ഞപ്പോഴേക്കും ഒരു കുറച്ചുകൂടെ നീതി കിട്ടി. അവസാനം കള്ളുകൂടി നിർത്തി, സിഗരറ്റ് വലി നിർത്തി, ഓക്കെ, ദശാംശം കൊടുക്കാൻ തുടങ്ങി, ചർച്ചിൽ ഭയങ്കര സന്തോഷമായിട്ട് ജീവിക്കാൻ തുടങ്ങിയതോടുകൂടി കുറേ നീതി കിട്ടി. ഇത് വെച്ചോണ്ട് ഞാൻ ദൈവത്തോട് പറയാണ്, എന്നെ നീ സ്വർഗത്തിൽ കയറ്റണം, എന്നെപ്പോലൊരു നീതിമാൻ ആരുള്ളൂ. അപ്പൊ ദൈവം ഒന്നും അനുസരിക്കാതെ നമ്മൾ വേറെ കുറച്ച് സെറ്റ് ഓഫ് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് അതനുസരിച്ചിട്ട് ദൈവത്തോട് പറയാണ്, നിന്റെ നീതി നോക്കി ഞങ്ങളെ വിധിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല, ഞങ്ങൾ വെച്ചിരിക്കുന്ന നിയമങ്ങൾ വെച്ച് വേണമെങ്കിൽ ഞങ്ങളെ വിധിച്ചാൽ മതി, അങ്ങനെ ഞങ്ങളെ നീ സ്വർഗത്തിൽ കൊണ്ടുപോകും ഞങ്ങൾ വിശ്വസിക്കുന്നു. അവസാനം വെള്ള വസ്ത്രം കൂടിക്കൂടി വെള്ള മാസ്ക് വരെ വന്നു. എന്നിട്ട് ഒരൊറ്റ നീതിമാൻ പോലും ഉണ്ടായില്ല. ശരിയല്ലേ? അപ്പോൾ ഇത്രയും നിയമങ്ങൾ നമ്മൾ ഉണ്ടാക്കി. ഇത് യഹൂദന്മാരും മലയാളികളും ഇക്കാര്യത്തിൽ ഒരുപോലെ. ഇതുപോലൊരു ജാതി ഉണ്ടോ എന്ന് ചോദിക്കുന്നത് യഹൂദന്മാർക്കും മലയാളികൾക്കും കറക്റ്റാണ്. കാരണം അവർ രണ്ടുപേരും ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ മറിച്ച് കളയുന്നത് എങ്ങനെയാണെന്നറിയോ? സ്വന്തം നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്. ഇത് വേറൊരു ജാതിയും ചെയ്യത്തില്ല ലോകത്തിൽ.
നിങ്ങൾ തമിഴ്നാട്ടിലോട്ടില്ല, അവർക്ക് സ്പെഷ്യൽ നിയമങ്ങളൊന്നുമില്ല. അനുസരിച്ചില്ല, അത്രേ ഉള്ളൂ. മനുഷ്യരായിട്ട് നിയമങ്ങളൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. വസ്ത്രധാരണത്തിലോ ജീവിതം അങ്ങനെയൊന്നും നിയമങ്ങളില്ല. അത് ലോകത്തിൽ ഇസ്രായേൽ മക്കൾക്കും മലയാളികൾക്കും മാത്രമേ ഉള്ളൂ. രണ്ടുപേരോട് എനിക്കുറിച്ച് ചോദിക്കും, ഇതുപോലൊരു ജാതി എവിടെ ഉണ്ട് ചോദിക്കാം. ഓക്കെ, ഞാൻ ഇതിനെ വിമർശിക്കുന്നല്ല കേട്ടോ. കള്ളു കുടിക്കരുത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നിങ്ങൾ വിചാരിക്കും അത് തെറ്റാന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആത്മാവിന് പുക കൊടുക്കുന്നത് അത് ഭയങ്കര തെറ്റാന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തിയേറ്ററിൽ പോയിരുന്ന് സിനിമ കാണുന്ന പാപമാണെന്ന് നിങ്ങൾക്കറിയാമല്ലേ? അറിയാമല്ലേ? ഇതൊന്നും അല്ല അതിൻ്റെ പ്രശ്നം. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യായപ്രമാണത്തിലെ കാതലായ കാര്യങ്ങൾ നമ്മൾ നോക്കുന്ന പോലും ഇല്ലെന്നുള്ള പ്രശ്നം. നിങ്ങൾ ആഭരണം ഊരുവോ ഷേവ് ചെയ്യുവോ വെള്ള വസ്ത്രം ഇടുവോ, മുഴുവൻ വെള്ളയാക്കിയാലും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ പ്രമാണങ്ങൾ ആരനുസരിക്കും? എന്തു പറയുന്നു? അപ്പോൾ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഈ പറയുന്ന ഞാനും ഇതൊന്നും അനുസരിച്ചിട്ടില്ല. ഈ പറയുന്ന ഞാനും കണ്ണ് ചൂടുന്നിടത്ത് എറിഞ്ഞ് കളഞ്ഞിട്ടില്ല. എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കണ്ണ് ചൂടുന്നിടത്ത് എറിഞ്ഞ് കളയാൻ. 2007 or 2008 മറ്റോ തോന്നുന്നു, എനിക്ക് ഒരു ദിവസം ഞാനിങ്ങനെ ചിന്തിക്കാം, കർത്താവേ, ഈ കണ്ണ് ഇല്ലായിരുന്നെങ്കിൽ എത്രയോ പാപങ്ങൾ ഇല്ലാതായി പോയനെ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അത്? കണ്ണില്ലെങ്കിൽ നമുക്ക് കളർ കാണണ്ട, ടൈൽസ് ഏത് ഇടണം നോക്കണ്ട, ബെഡ് ഏതാന്ന് നോക്കണ്ട, കട്ടിലാണ് വീട് ഏതാന്ന് നോക്കണ്ട, അല്ലേ? എവിടെയെങ്കിലും ആരെങ്കിലും പിടിച്ചു കൊണ്ട് വിടും, അവിടെ കിടന്നുറങ്ങാം. എന്തോ ഒരു സന്തോഷമല്ല, 5 പൈസയുടെ ചിലവില്ല. ഡ്രസ്സ് മാറണം, വേറെ ഡ്രസ്സ് പുതിയത് വാങ്ങിക്കണമെന്ന് പറയോ കണ്ണില്ലാത്ത ഒരാൾ? പറ. പിന്നെ ഒന്നും മോഹിപ്പിക്കുന്നില്ല, ആ വണ്ടി ഒരു സുഖമില്ല എന്ന് പറയില്ല. കാരണം അവൻ ഒന്നും അറിയാൻ മേല, ഏത് വണ്ടി ഓടിക്കുന്നു പോലും, സീറ്റ് മാത്രമേ അറിയത്തുള്ളൂ. അപ്പം ഞാനൊരു ദിവസം ഇങ്ങനെ ചിന്തിച്ചു, ഈ ലൈംഗിക പാപങ്ങൾ എന്നുള്ളതല്ല, ലോകത്തുള്ള എല്ലാ പാപങ്ങളുടെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ കണ്ണാ തുറന്നു. ഞാനിങ്ങനെ പറഞ്ഞു, കണ്ണില്ലാതിരുന്നെങ്കിൽ എത്രയോ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമെന്ന്. പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റപ്പം 2 കണ്ണിനും ഭയങ്കര വേദന, ഇത്തിരി നീരുമുണ്ട്. ഇതെന്ത് സംഭവിച്ചു? അന്ന് ഞങ്ങൾ ഓങ്കോളിലാണ്. നേരെ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ കണ്ണിന് നീര്. ഡോക്ടർ ഇങ്ങനെ കണ്ണ് വലിയൊരു സാധനം വെച്ച് നോക്കി എന്നിട്ട് പറഞ്ഞു, ഗ്ലൂക്കോമയാണ്, കണ്ണിൻ്റെ കാഴ്ച പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, കണ്ണ് ചൂടുന്നിടത്ത് എറിഞ്ഞ് കളയാനിരുന്നവന് ഗ്ലൂക്കോമ. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ കണ്ണ് മാത്രം ഒന്നും ചെയ്തേക്കല്ലേ കർത്താവ്, ഞാൻ എടുത്ത് കളയാം, വേണ്ട, എനിക്ക് എൻ്റെ കണ്ണ് തിരിച്ചു കിട്ടിയാൽ മതി, ഞാൻ വളരെ സൂക്ഷിച്ച് ജീവിച്ചോളാം. ഊരിപ്പോന്നു, ചാടിപ്പോന്നു. ഇപ്പോൾ 20 വർഷത്തോളായി, ഒന്നും സംഭവിച്ചിട്ടില്ല. 15 വർഷത്തിന് മേളിലേ. അപ്പോൾ ഇതുപോലെ എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്, ഇത് എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. പിന്നെ ഞാൻ എങ്ങനെ സ്വർഗത്തിൽ പോകും? ഒരു ദിവസം ഒരു ധനവാനായ മനുഷ്യൻ യേശുവിനെ അനുഗമിക്കാൻ വേണ്ടി വന്നു. ഇഷ്ടംപോലെ പൈസ ഉള്ളവർക്ക് കൊടുക്കാൻ ഒട്ടും പറ്റത്തില്ല. ഈ കുറച്ചൊക്കെ കൊടുക്കുന്നത് കുറച്ച് പൈസ ഉള്ളവർ. ഇപ്പം നമ്മുടെ ആകെ 500 രൂപ ഉള്ളെങ്കിൽ 200 രൂപ എല്ലാവർക്കും കൊടുത്താൽ നമുക്ക് ഇതിൽ നഷ്ടമില്ല, 200 രൂപ പോയുള്ളൂ. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഒരു 1,95,900 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ 100 രൂപ കൂടെ ചേർത്ത് അത് എങ്ങനെയെങ്കിലും 2 ലക്ഷം ആക്കാൻ നോക്കൂ, അല്ലേ? കയ്യിൽ പൈസ കുറച്ച് ബാക്കി വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്, ഇത് മാക്സിമം എത്ര കൂട്ടാമെന്നാണ്. ഇതിനെക്കുറിച്ച് പണ്ട് പോഗോ ചാനലിലൊരു കഥ വന്നായിരുന്നു. നമ്മുടെ പിള്ളേർ ചെറുപ്പത്തിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒളിഞ്ഞിരുന്ന് നോക്കി കണ്ടുപിടിച്ചതാണ് പോഗോ ചാനലിലൊരു കഥ. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഒരു വലിയ പണക്കാരൻ്റെ വീട്, ഒരു ചെറിയ പാവപ്പെട്ടവൻ്റെ വീട്. ഈ പാവപ്പെട്ടവൻ്റെ വീട്ടിൽ അവന് കാശൊന്നുമില്ല. അവൻ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വൈകിട്ടാകുമ്പം നെയ്യപ്പവും ബോണ്ടയൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നു. പിള്ളേർ കൂടി ഇരുന്ന് കളിക്കുന്നു, വർത്തമാനം പറയുന്നു, ഭയങ്കര ചിരിയും കഥയും പറച്ചിലൊക്കെയാണ്. മറ്റേ ധനവാൻ്റെ വീട്ടിൽ ഒരു സമാധാനമില്ല, എപ്പോഴും ടെൻഷൻ, ആങ്സൈറ്റി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അങ്ങോട്ട് തിരിഞ്ഞാൽ ടെൻഷൻ, ഇങ്ങോട്ട് തിരിഞ്ഞാൽ ടെൻഷൻ. അപ്പോൾ ഒരു ശാസ്ത്രി ഉണ്ടായിരുന്നു. ഈ ശാസ്ത്രി വന്ന് അപ്പോൾ ധനവാൻ ചോദിച്ചു, എങ്ങനെയാണ് 5 പൈസ ഇല്ലാത്ത അവർക്ക് ഇത്രയും സമാധാനം ഉണ്ടാകുന്നത്? അപ്പോൾ പുള്ളി പറഞ്ഞു, അവരുടെ സമാധാനം ഞാൻ എടുത്ത് കളഞ്ഞു തരാമെന്ന് പറഞ്ഞു. എന്ത് ചെയ്യുന്നറിയോ? ഒരു സഞ്ചി എടുത്തിട്ട് 49 സ്വർണ്ണ നാണയങ്ങൾ എടുത്തിട്ട്, 50 അല്ല, ഇയാൾ കിളയ്ക്കുന്ന, ഈ പാവപ്പെട്ട മനുഷ്യൻ കിളയ്ക്കുന്നിടത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഇവൻ രാവിലെ കിളച്ച് വന്നപ്പോൾ ഒരു സഞ്ചി തുറന്നു നോക്കിയപ്പോൾ 49 നാണയങ്ങൾ. എണ്ണി. കാരണം 50 ഉണ്ടാവുമെന്ന് അവൻ്റെ ചിന്ത. കാരണം എല്ലാം റൗണ്ട് ഫിഗർ ആണല്ലോ. ഇവൻ എണ്ണിട്ട് കിട്ടുന്നില്ല. അപ്പോൾ വിചാരിച്ച് അവിടെ വീണ് പോയി കാണും. അവൻ ആ പറമ്പ് മുഴുവൻ കിളച്ചിട്ടും കിട്ടിയില്ല. അവൻ ആ ഒരു സ്വർണ്ണ നാണയം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളിൽ കയറി. നേരത്തെ ഇതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു.
അവൻ്റെ വീട്ടിലെ സമാധാനം പോയി. ബോണ്ട ഇല്ല, പരിപ്പോട ഇല്ല, ഒന്നുമില്ല. വൈകിട്ട് വീട്ടിൽ വരുമ്പോൾ പിള്ളേർ കരച്ചിലോട് കരച്ചിൽ, കരയും ഭീമം എടുത്തിട്ട് പൊട്ടിക്കും. കാരണം ഇവനെ അറിയത്തുള്ളൂ. അവൻ പറയുന്നത് എനിക്കേ അറിയത്തുള്ളൂ സമ്പാദിക്കുന്നതിൻ്റെ വിഷമം. സമ്പാദിക്കുന്നതിൻ്റെ വിഷമം ഇപ്പോഴവന് മനസ്സിലായത്. നേരത്തെ ഒരു പ്രശ്നമില്ലായിരുന്നു. അവസാനം ഇവൻ അടി ബഹളമായി കഴിഞ്ഞപ്പോൾ ഈ ധനവാൻ ശാസ്ത്രി പറഞ്ഞു, നമ്മൾ മഹാകൊല ചതിയാണ് എന്നോട് ചെയ്തത്. അവൻ ഈ പരുവത്തിലാക്കി കളഞ്ഞല്ലോ നിന്റെ ബുദ്ധി. അപ്പോൾ ശാസ്ത്രി പറഞ്ഞു, ബാ നമുക്ക് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞു. അവർ ചെന്ന് സംസാരിക്കുക. ഇത് കഥ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്ത കഥയത്. പറഞ്ഞിട്ട് പറയാണ്, ഞങ്ങൾ 49 വെച്ചായിരുന്നുള്ളൂ, നിന്റെ സമാധാനം എങ്ങനെ കളയാമെന്ന് ആലോചിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു തന്ന വഴിയാന്ന് പറഞ്ഞു. അന്നേരം ഇവർ തീരുമാനിക്കുകയാണ്, ഈ പൈസ എല്ലാം നമുക്ക് പാവങ്ങൾ കൊടുത്തിട്ട് നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ തീരുമാനിക്കുന്നവരെ കഥ അവസാനിച്ചു. സന്തോഷമായോ? ഇപ്പം കയ്യിൽ പൈസ വരുമ്പം ചില ആൾക്കാർ ഇങ്ങനെ പറയല്ലേ, ഓ പൈസ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാ ആർക്കെങ്കിലും കൊടുത്തേനെ. ഉണ്ടാവുമ്പോൾ കാണാം. ഇനി അടുത്തത് ഒരു കഥ കൂടെ പറയാം. ഇത് നിങ്ങളെല്ലാം കേട്ടിട്ടുള്ളൊരു തമാശ. എനിക്ക് അധികം തമാശ പറഞ്ഞ ഇഷ്ടമില്ലെങ്കിലും തമാശയായി പോകുന്നതാണ്. ഒരു ദിവസം ഒരു പാസ്റ്റർ എടുത്തുകൊണ്ട് ചോദിച്ചു, എടാ നിനക്ക് 2 വീടുണ്ടെങ്കിൽ ഒരു വീട് നീ ഇല്ലാത്തവന് കൊടുക്കുമോ? അവൻ ചോദിച്ചു, ഉറപ്പായിട്ടും കൊടുക്കും. നിനക്ക് 2 കാറുണ്ടെങ്കിൽ നീ ഒന്നും ഇല്ലാത്തവന് കൊടുക്കും? അവൻ ഉറപ്പായിട്ടും കൊടുക്കും എന്ന് പറഞ്ഞു. 2 പശു ഉണ്ടെങ്കിൽ നീ ഒന്നും ഇല്ലാത്തവന് കൊടുക്കുമോ? അത് ഉറപ്പായിട്ടും ഞാൻ 2 പശു ഉണ്ടെങ്കിൽ ഒന്നും ഇല്ലാത്തവന് ഉറപ്പായിട്ടും കൊടുക്കും. 2 ആടുണ്ടെങ്കിൽ നീ ഒന്നും ഇല്ലാത്തവന് കൊടുക്കുമെന്ന് വെച്ചാൽ പറഞ്ഞു, അത് കൊടുക്കൂലെന്ന്. അതെന്താണെന്ന് വെച്ചാൽ പറയാം, എനിക്ക് 2 ആടുണ്ടെന്ന്. അതുപോലെ കയ്യിലുള്ളവൻ ഒരു കാരണവശാലും. അപ്പം ഇയാൾ ഒത്തിരി പണമുള്ള ആളായിരുന്നുകൊണ്ട് ഇയാൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം കർത്താവിൻ്റെ അടുത്ത് ചെന്ന് കർത്താവ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് ദൈവരാജ്യത്തിൽ പോകണമെങ്കിൽ നീ എന്ത് ചെയ്യണം, നിനക്കുള്ളതെല്ലാം വിറ്റ് പള്ളിക്ക് കൊടുക്കാൻ പറയുമായിരുന്നെങ്കിൽ ഒരു ഗുണമുണ്ടായിരുന്നു. ചർച്ചിന് കൊടുക്കാൻ പറയുകയാണെങ്കിൽ ഞാൻ ആ ചർച്ച ഇടയ്ക്കിടയ്ക്ക് നോക്കി എനിക്ക് പറയാം, ഞാൻ പണിത ചർച്ച എൻ്റെ ഗമയെങ്കിലും ഉണ്ടായിരുന്നേനെ. അങ്ങോട്ട് കയറിയിരിക്കുമ്പം ഞാൻ വെച്ചു കൊടുത്ത് AC കണ്ടോ, ഇമ്മൊരു കാറ്റ് കൊള്ളുന്നവനും അല്ല ഇതിൻ്റെ വേദന അറിയാമോ? എന്നിട്ട് ആ പാസ്റ്റർ എനിക്ക് പ്രസംഗിക്കാനും സാക്ഷ്യം പറയാൻ പോലും സമയം തരുന്നില്ല. നിങ്ങളൊരു കസേര മേടിച്ച് നിങ്ങളുടെ ചർച്ചിലെ നാട്ടിലെ ചർച്ചിൽ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ കസേര നിങ്ങൾ നോക്കുക അവിടെ തന്നെ ഉണ്ടോയെന്ന്. കാരണം നമ്മൾ സൽപ്രവൃത്തി ചെയ്താൽ സ്വയനീതിക്കാർ, തെറ്റ് ചെയ്താൽ പാപികൾ. ഒരു തരത്തിലും നമ്മളെ സ്വർഗത്തിൽ എടുപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു മനുഷ്യന് ഇത്തിരി ഉപകാരം ചെയ്താൽ പറയാം, അവനെ ഞാൻ എന്തുമാത്രം സഹായിച്ചാന്നറിയാമെന്ന്. എവിടെ? ഇതിൻ്റെ കണക്കാണ്. മക്കളോട് അപ്പനന്മാർ പറയുന്ന കേട്ടില്ല, നിന്നെയൊക്കെ ഞാൻ വളർത്താൻ എന്തോരം പാടുപെട്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന എല്ലാ സൽപ്രവൃത്തികളും എന്താ വരുന്നത്? സ്വയനീതിയായിട്ടാണ് വരുന്നത്. മനുഷ്യൻ്റെ ജഡം അങ്ങനെയാണ്, എന്ത് ചെയ്താലും സ്വയനീതിയായിട്ട് വരും. ചെയ്തില്ലെങ്കിൽ പാപിയായിട്ട് കിടക്കുകയും ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഓരോ അർത്ഥത്തിലും രക്ഷയില്ല. അപ്പോൾ ഈ മനുഷ്യൻ ചെന്നപ്പോൾ കർത്താവ് പറഞ്ഞു, നീ എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം. അപ്പോൾ അവർക്ക് തിരിച്ച് നന്ദിയൊന്നും പറയാൻ പറ്റില്ല. വഴി ഇരിക്കുന്നവർക്കൂടെ കൊടുത്തിട്ട് പോന്നു കഴിഞ്ഞാൽ അവൻ ആരാന്ന് പോലും അറിയത്തില്ല. അപ്പോൾ നിഷ്പ്രയോജനമായി പോകും എല്ലാം. ഒരു ഗമ പോലും കിട്ടുന്നില്ല. ആ കൊടുത്തവൻ എന്നുള്ള ഗമ പോലും. അവൻ വളരെ വിഷമിച്ച് തിരിച്ചു പോയി കഴിഞ്ഞപ്പം കർത്താവ് പറഞ്ഞു, ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാളും ഭേദം ഒട്ടകം സൂചിക്കുഴലിൽ കിടക്കുന്നതാണ്. ഈ ധനവാനെ സൂചിക്കുഴലിക്ക് അകത്തോടെ കയറ്റിയില്ലെങ്കിൽ സഭ മുമ്പോട്ട് പോകില്ല. ഒട്ടകത്തെ അപ്പം ഇതിലേ കയറ്റിയേ പറ്റുള്ളൂ. ഒരു സഭയിൽ ഒട്ടകങ്ങൾ വരുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം, പൂച്ചകളും പട്ടികളൊക്കെ വരുന്നതാണോ ഏതാ നല്ലത്? നേരത്തെ നമ്മൾ നായ്ക്കുട്ടികളുടെ കാര്യം പറഞ്ഞില്ലേ, ആര് വരുന്ന നല്ലത്? നമ്മുടെ ചർച്ച അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ വൻ മരങ്ങൾ വരണം അല്ലേ? വൻ മരങ്ങൾ എന്താണ് പറയുന്നത്? വൻ തോക്കുകൾ, വിലയേറിയ ആത്മാക്കൾ, അങ്ങനെയൊക്കെ പറയത്തില്ലേ? പൈസ ഉള്ളവരെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ഒട്ടകങ്ങളെ അകത്ത് കയറ്റാൻ വേണ്ടി നമ്മുടെ പണ്ഡിതന്മാരുണ്ട്. ഞങ്ങളെപ്പോലെ ബൈബിൾ കോളേജ് പഠിക്കുകയൊക്കെ ചെയ്യുന്ന പണ്ഡിതന്മാർ അവരൊരു കാര്യം കണ്ടുപിടിച്ചു. യെരുശലേം ഗേറ്റിലോട്ട് പോകുന്ന വഴിക്ക് ഉള്ള ഒരു ഗേറ്റാണ്, യെരുശലേമിലേക്ക് പോകുമ്പോൾ ഒരു ഗേറ്റിൻ്റെ പേരാണ് സൂചിക്കുഴ. അപ്പോൾ ഒട്ടകങ്ങൾക്ക് അതിലെ കയറി പോകണം എന്ത് ചെയ്താൽ മതി? ഒന്ന് കുനിഞ്ഞു കൊടുത്താൽ മതി. എൻ്റെ സഹോദരങ്ങളെ, അങ്ങനെ ഒരു ഗേറ്റ് ആ നാട്ടിലെങ്ങും ഇല്ല. ഇത് ബാർക്ലേ എന്ന് പറഞ്ഞ ഒരാൾ കണ്ടുപിടിച്ചതാണ്. ഈ ബാർക്ലയുടെ ഒരു കമൻ്ററി ബുക്ക് ഉണ്ട്, കുറേ എണ്ണം. എല്ലാ കഥകളും പൊട്ടക്കഥകളാണ്. ആൾക്കാരത് വിശ്വസിച്ച് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. അയാൾ തന്നെ ഒരു ദുരുപദേശകനായിരുന്നു. മിക്കവാറും പാസ്റ്റർമാരൊക്കെ പണ്ട് കാലത്ത് ഇത്തിരി വിവരമുള്ള പാസ്റ്റർമാർ പ്രസംഗം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ബാർക്ലേ നോക്കി. വില്യം ബാർക്ലയുടെ കമൻ്ററി എവിടെയെങ്ങാനും നിങ്ങൾ കണ്ടാൽ വേറെ വഴിക്ക് ഓടി രക്ഷപ്പെടണം. ഇത് കുനിഞ്ഞു പോകുന്ന ഗേറ്റ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി അടുത്ത 2 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കർത്താവ് പറഞ്ഞു, ഒട്ടകം സൂചിക്കുഴയുടെ കടന്നു പോകുന്ന പോലെ പോയാലേ ധനവാൻ ദൈവരാജ്യത്തിൽ പോകുള്ളൂ എന്ന് പറഞ്ഞപ്പം ശിഷ്യന്മാരെന്താ പറഞ്ഞേ? ശിഷ്യന്മാർ അമ്പരന്ന് പോയി. ശിഷ്യന്മാർ ഇങ്ങനെ ചിന്തിച്ചാൽ പോരായിരുന്നു, കുഞ്ഞു പോയാൽ പോരെ, പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ പോരായിരുന്നു. അല്ല, ശിഷ്യന്മാർ അമ്പരന്ന് പോയിട്ട് കർത്താവിനോട് ചോദിക്കുവാണ്, ഇങ്ങനെ ഒരു സൂചിക്കുഴയാണെങ്കിൽ
രക്ഷിക്കപ്പെടാൻ ആർക്കെങ്കിലും പറ്റുമോ? അപ്പം അതിനർത്ഥം എന്താ? സൂചിക്കുഴയാണോ? അപ്പം കർത്താവ് പറയാം അത് മനുഷ്യനാൽ അസാധ്യം, അപ്പം മനുഷ്യരെ കൊണ്ടത് അസാധ്യം. അപ്പം ഇത്രയും വലിയ കൽപ്പനകൾ അനുസരിച്ച് ഇതെല്ലാം എഴുതി പാവങ്ങൾക്ക് കൊടുത്ത് കർത്താവിൻ്റെ കൽപ്പനകൾ മുഴുവൻ അനുസരിച്ച് സ്വർഗത്തിൽ പോകാൻ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അസാധ്യം. അടുത്ത വാക്യം എന്താ പറയുന്നത്? എന്നാൽ ദൈവത്തിന് സകലതും സാധ്യം. അപ്പൊ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത് ദൈവം നമ്മളെ സൂചിക്കുഴകൂടെ കടത്തിവിട്ടെങ്കിലേ ഉള്ളൂ. അത് മനുഷ്യരാൽ അസാധ്യമാണ്. ഇനി ഇതെങ്ങനെയാണ് സൂചിക്കുഴകൂടെ കയറുന്നതെന്നും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ഈ സൂചിക്കുഴയുടെ ഒട്ടകം കയറില്ല. അപ്പോൾ ഒട്ടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണേൽ അംബാനിന്നോ അദാനിന്നോ ഒക്കെ വിളിക്കാം. അതാണ് ഒട്ടകങ്ങൾ. കേരളത്തിലാണെങ്കിൽ യൂസഫ് അലി, ഇവിടെയൊക്കെ ഉണ്ടല്ലോ, ഇവിടെ പുള്ളിയില്ലേ, യൂസഫ് അലി, രവി പിള്ള, പിന്നെ ആരാ, ആസാദ് മൂപ്പൻ, ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒട്ടകം എന്നൊക്കെ വിളിക്കാം. അവരൊട്ടകമാണെങ്കിൽ നമ്മൾ ആരായിരിക്കും? ഈച്ചാന്ന് ഫാസ്റ്റ് പറഞ്ഞു. ചിലർ ഈച്ച ആയിരിക്കില്ല, ചിലപ്പോൾ ആടിൻ്റെ അത്രയും കാണും, ചിലപ്പം പശുവിൻ്റെ അത്രയും കാണും, ചിലപ്പം ചിലർ ഇവിടെയും കാര്യമില്ല. ഓക്കെ, പിന്നെ ചിലർ ചിലപ്പം പാറ്റയുടെ അത്രയും കാണും. പക്ഷെ എന്ത് ഈച്ചയായാലും ഈ സൂചിക്കുഴ കൂടെ കയറില്ല. അതാ പ്രശ്നം. ഒരുത്തരും കയറില്ല. ഒട്ടകം മാത്രമല്ല, കൊതുക് പോലും കയറില്ല. ഇനി കൊതുകിൻ്റെ കാര്യം വിട്. ഈ സൂചിക്കുഴ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ചാൽ വെള്ളം പോലും അതിലെ കടന്നു പോലും ഒരു പാട ഉണ്ടാവും. രണ്ട് സൈഡിൽ കൂടെയും വെള്ളം അങ്ങ് പൊക്കോളും. ഒരു ബബിൾ ഉണ്ടാവത്തേ ഉള്ളൂ. പരീക്ഷ നോക്കണോ? ഒരു വക അതിലൂടെ കിടക്കില്ല. അപ്പൊ കിടക്കണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? എങ്ങനെ കടത്താം? എന്തെങ്കിലും വഴിയുണ്ടോ? മനുഷ്യന്റെ തല എങ്ങനെ പുകഞ്ഞാലും ഈ മനുഷ്യനെ ദൈവത്തിന്റെ നീതി അനുസരിച്ച് നീതിമാനാക്കാൻ പറ്റത്തില്ല. അപ്പോൾ മനുഷ്യരാൽ അസാധ്യമായൊരു രക്ഷ നമുക്ക് ദൈവം എങ്ങനെ തന്നു എന്നുള്ളതാണ് ഈ ബൈബിളിന്റെ സ്റ്റോറി. അതായത് എങ്ങനെയാണ് ഇങ്ങനൊരുത്തനെ, ഒരു ഒട്ടകത്തെ, ഒരു 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 പാറ്റ, ഈച്ച, എന്തെങ്കിലും ആയാലും ഇതിനെങ്ങനെയാണ് ഈ സൂചിക്കുഴയുടെ ദൈവം അപ്പുറത്ത് ചാടിക്കുന്നത് എന്നുള്ളതാണ് ഈ പുതിയ നിയമത്തിന്റെ ഉപദേശം. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം വായിക്കാം. 3-ാം അധ്യായത്തിലെ 3-ാം വാക്യം. ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 3. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ. അപ്പോൾ നമ്മൾ ഈ സൂചിക്കുഴയൂടെ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? പുതുതായി ജനിക്കണം. അപ്പോൾ ഒട്ടകം, ഒരു നല്ല ഒട്ടകമായിട്ട് ഒന്നുകൂടെ ജനിച്ചാൽ മതിയോ? സൂചിക്കുഴയൂടെ കയറുമോ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അമ്മയുടെ വയറ്റിൽ കിടന്ന് ഒന്നുകൂടെ ജനിക്കണമെന്ന്? ആഗ്രഹമുണ്ടോ? ഒന്നും കൂടെ 10ാം ക്ലാസ്സിൽ എഴുതുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല നിങ്ങൾ എക്സാം എഴുതുമായിരുന്നോ? ഒന്നും കൂടെ നല്ലൊരു കല്യാണമെങ്കിലും കഴിക്കുമായിരുന്നോ? ഒരു ചാൻസും കൂടെ ദൈവം എല്ലാത്തിനും തരുമായിരുന്നെങ്കിൽ ഇതേ ആളെ തന്നെ കെട്ടുമായിരുന്നോ? പാസ്റ്ററെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കും. അപ്പൊ പക്ഷെ ദൈവം അങ്ങനെ ഒരു ചാൻസും കൂടെ നമുക്ക് ആദ്യം മുതലേ ജീവിക്കാൻ തരുന്നില്ല. തരുമായിരുന്നെങ്കിലും ഒരു കാര്യം തുറന്നു പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ തന്നെ ആയി വന്നേനെ. കാരണം ഒട്ടകമല്ലേ, ആ സ്വഭാവമല്ല കാണിക്കാൻ പറ്റുമോ? അല്ലേ? അപ്പൊ നിക്കോദമോസ് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഒന്നും കൂടെ അമ്മയുടെ വയറ്റിൽ കിടന്ന് ജനിക്കുന്ന കാര്യമാണോ ഈ പറയുന്നത്? ഈ വയസ്സനാം കാലത്ത് ഞാൻ എങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നത്? അപ്പൊ കർത്താവ് പറഞ്ഞു, അങ്ങനൊന്നും ജനിച്ചിട്ട് കാര്യമില്ല. ജഡത്താൽ എത്ര പ്രാവശ്യം ജനിച്ചാലും ജഡം മാത്രമേ വരികയുള്ളൂ. ജഡത്തിനൊരിക്കലും സൂചിക്കുഴകൂടെ കിടക്കാൻ സാധിക്കില്ല. എന്നാൽ 5-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ഈ വെള്ളത്താലും ആത്മാവിനുള്ള ജനനം എന്ന് പറയുന്നത് ഞാൻ ഇപ്പം വിശദീകരിക്കുന്നില്ല. ഇപ്പം വിശദീകരിച്ച് കഴിഞ്ഞാൽ ടൈം പോകും. അതുകൊണ്ട് ഒരു സൂചന പറയാം. നിങ്ങൾ വീട്ടിൽ പോയിരുന്നൊരു ഹോംവർക്ക് നാളെ ഞാൻ ചോദിക്കാം. നാളെ വൈകിട്ടാകുമ്പോൾ ചോദിക്കാം, ഒരു ഹോംവർക്ക് തരാം. എന്താണ് ഈ വെള്ളവും ആത്മാവും എന്ന് നാളെ നിങ്ങൾ എന്നോട് പറയണം. പല കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചിലർ പറയും വെള്ളം എന്ന് പറയുന്ന, കത്തോലിക്കർ പറയുന്നത് മാമോദിസ വെള്ളമാണ്. ഒരുത്തൻ ഉണ്ടായി കഴിഞ്ഞ ഉടനെ അവൻ്റെ ദേഹത്ത് വെള്ളം തളിക്കുമ്പോൾ വെള്ളവും, യാക്കോബക്കാർ പറയുന്ന പോലെ മൂറവും പൂശിയാൽ ആത്മാവുമായി. വെള്ളവും ആത്മാവും. ബ്രദറുകാർ പറയുന്ന വെള്ളം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വചനമാണ്. നമ്മളൊന്നും പറയണ്ട തൽക്കാലം. ഒരു ക്ലൂ മാത്രം പറയാം. 10ാം ക്ലാസ് പഠിച്ച പിള്ളേരെന്ന് കൈവയ്ക്ക്. 10ാം ക്ലാസ്സിൽ ഇപ്പം പഠിക്കുന്ന പിള്ളേരെ, പഠിച്ച് പാസ്സായി +2 ഒക്കെ പഠിക്കുന്ന പിള്ളേർ. ഓക്കെ,
നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് വയ്ക്കും. നിക്കോദമോസ് ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ സംഭവിക്കും എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ നിക്കോദമോസിന്റെ കർത്താവ് പറയാണ്, ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിട്ടും നീ ഇത് അറിയുന്നില്ലേ? അല്ലേ, ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിട്ട് നീ ഇത് അറിയുന്നില്ല. ശ്രദ്ധിക്കണേ. അപ്പം ഞാൻ 10ാം ക്ലാസ്സായിട്ട് പിള്ളേരോട് ചോദ്യം ചോദിക്കാം. A+B² എത്ര? ഹോൾ സ്ക്വയർ അല്ല, ഹോൾ ക്യൂബ്. A3+B3+. എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല ഇന്നൊരു മാത്തമാറ്റിക്സ് ഫോർമുലയുടെ ഉത്തരം പറയേണ്ടി വരുമെന്നല്ലേ. A3+B3+ 3A²B+3AB². മറക്കല്ലേ. ഞാൻ ഇങ്ങനെ ചോദിക്കാം, തമാശ കേട്ടോ, സീരിയസ് എടുക്കല്ലേ. 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടും ഇത് നീ അറിയുന്നില്ലയോ എന്ന് ചോദിക്കുന്ന പോലെയാണ് യേശുക്രിസ്തു നിക്കോദമോസിനോട് ചോദിക്കുന്നത്. ഇസ്രായേലിൻ്റെ ആചാരനായിട്ട് നിനക്ക് ഈ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്ന എങ്ങനെയാണെന്ന് അറിയത്തില്ല, പിന്നെ എന്ത് സിലബസാണ് നീ പഠിച്ചതെന്നാണ് ആരോട് ചോദിക്കുന്നത്? നിക്കോദമോസിനോട് ചോദിക്കുന്നത്. വിഷമിക്കല്ലേ, ചുമ്മാ തമാശാണ്. ഓക്കെ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നിക്കോദമോസിന്റെ സിലബസിൽ ഇതുണ്ടായിരുന്നു. ഓക്കെ, നിക്കോദമോസിന്റെ സിലബസിൽ ഇത് ഉണ്ടായിരുന്നു. അത് ഞാൻ റെഫറൻസ് പറയാം, നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് വായിച്ചു നോക്കിയിട്ട് ഈ വെള്ളത്താലും ആത്മാവിനാലുള്ള വീണ്ടും ജനനോ നിങ്ങൾ നാളെ മനസ്സിലാക്കിക്കൊണ്ട് വന്നാൽ മതി. റെഫറൻസ് ഇതാണ്, യെഹെസ്കേലിൻ്റെ പുസ്തകം 36-ന്റെ 25, 26, 27 3 വാക്യങ്ങൾ. ഓക്കെ, വീട്ടിൽ പോയി വായിച്ചിട്ട് കർത്താവ് ഇവിടുന്ന് ഡയറക്റ്റ് കൊട്ടേഷനാണത്. ഈ ഡയറക്റ്റ് കൊട്ടേഷൻ്റെ അർത്ഥം എന്താണെന്ന് ആ വാക്യം നോക്കി മനസ്സിലാക്കും. ഓക്കെ, നമുക്കത് വിടാം. 7ാമത്തെ വാക്യത്തിലേക്ക് വരാം. 7ാമത്തെ വാക്യം, നിങ്ങൾ പുതുതായി ജനിക്കണം, നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുകയിൽ ആശ്ചര്യപ്പെടരുത്. അടുത്ത്, കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നുവെങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ആരെ പോലെ ആകും? കാറ്റ് പോലെ ആകും. അപ്പൊ സൂര്യക്കുഴയോടെ കയറണമെങ്കിൽ നമ്മൾ ആരെ പോലെ ആകണം? വെള്ളം പോലെ ആയ പോരാ. ആരെ പോലെ ആയാലേ കയറുള്ളൂ. അപ്പൊ ജീവനിലേക്ക് പ്രവേശിക്കാനുള്ള വഴി സൂര്യക്കുഴ പോലെ എടുക്കാനുള്ളതാണ്. അതിലെ കിടക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? നമുക്കൊരു ആത്മസ്വഭാവം വേണം. ഈ ആത്മാവ് എന്നുള്ളതിന് ഗ്രീക്കിൽ എന്താ പറയുന്നറിയോ? ന്യൂമ എന്ന് പറഞ്ഞാൽ കാറ്റെന്നും അർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ ശരിക്കും ആത്മസ്വഭാവം എന്ന് പറഞ്ഞാൽ ആരുടെ സ്വഭാവമാണ്? കാറ്റിൻ്റെ സ്വഭാവമാണ്. ഇനി സയൻസ് പഠിക്കുന്ന പിള്ളേർക്ക് വേണ്ടി ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാം. പിള്ളേർ വിഷമിക്കണ്ട, പണി വരുന്നേ ഉള്ളൂ. ഈ സാധനം ഞാൻ ഇവിടെ വെക്കുകയാണ്. എൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കറക്റ്റ് കിട്ടിയാൽ നിൽക്കും. വേണ്ട, ഞാൻ പാടുപെടുന്നില്ല. ഓ ഗുഡ്. ഓക്കെ, ഈ കുപ്പിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ഇങ്ങനെ ഇരിക്കാനാണോ? ഇത് ഭയങ്കര അൺസ്റ്റേബിളാണ്. അപ്പോൾ എന്തുകൊണ്ട് അൺസ്റ്റേബിളാണ്? എന്തുകൊണ്ട് ഈ കുപ്പി അൺസ്റ്റേബിൾ ആയിരിക്കുന്നത്? ഇത്ര ഉയരത്തിലിരിക്കുമ്പം ഇതിന് ഗ്രാവിറ്റി കാരണമുള്ള ഒരു എനർജി ഉണ്ട്, അത് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് അല്ലേ? അപ്പോൾ സ്റ്റേബിൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? സീറോ ആക്കണം. അത് സീറോ ആക്കണേ നിലത്തുനിന്ന് വീഴണം. കേട്ടിട്ടില്ല ഇതൊന്നും? എൻ്റെ കർത്താവ്, ഇന്ന് തൊട്ട് ഞാൻ പഠിപ്പിക്കേണ്ടി വരുമോ? ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോളിഡ് ആയിട്ടുള്ള എല്ലാത്തിൻ്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും സെറ്റിൽ ആവണം അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാ? സെറ്റിലാകാൻ വേണ്ടിയാ. നമ്മൾ ജീവിക്കുന്നത് തന്നെ പണ്ടാരൻ്റെ പറഞ്ഞ പോലെ ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വരെ ഞങ്ങൾ തയ്യാറാന്ന് പറഞ്ഞ പോലെ ഈ ജീവൻ മരണ യുദ്ധം നമ്മൾ ചെയ്യുന്ന എന്തിനു വേണ്ടിയാ? എങ്ങനെയെങ്കിലും ഒന്ന് ജീവിക്കാൻ വേണ്ടിയാ. ഞാൻ നിങ്ങളുടെ സ്വപ്നം എന്താണെന്ന് ഞാൻ പറയട്ടെ. ഞെട്ടരുത്, കൃത്യമായിട്ട് എങ്ങനെ മനസ്സിലായും ചോദിക്കരുത്. ഇവിടെ നല്ലൊരു ജോലി കിട്ടി ഇഷ്ടംപോലെ പണം ഉണ്ടാക്കുക, പിള്ളേർക്കുള്ളതെല്ലാം ബാങ്കിലിടുക, വീട്ടിൽ 2 പിള്ളേരുണ്ടെങ്കിൽ 2 വീട് വാങ്ങിക്കുക അവിടെ ഇവിടെ, രണ്ടും അവസാനം നമുക്ക് സ്വസ്ഥമായി താമസിക്കാനുള്ള പൈസ എല്ലാം ഉണ്ടാക്കിയ ശേഷം കാനഡയ്ക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ലെങ്കിൽ, അതാണ് അൾട്ടിമേറ്റ് സ്വപ്നം. അത് നടന്നില്ലെങ്കിൽ ഇവിടെ വയസ്സനാം കാലത്ത് പിള്ളേരെല്ലാം സെറ്റിലാക്കി അവരെങ്കിലും കാനഡയ്ക്കോ UK വിട്ടിട്ട് ആ നാട്ടിൻ പുറത്ത് റിട്ടയർ ചെയ്ത് മനോരമ പത്രം വായിച്ച് നിര്യാതരായിക്കോളാം, ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്, എവിടെയെല്ലാം ശവോടൊക്കെ ഉണ്ടെന്ന് നോക്കി അങ്ങനെ ആ ചാരുകസേര കിടക്കുന്ന ആ ഒരു സ്വപ്നം. വല്ലപ്പോഴും മക്കൾ വരുന്നു, വിശേഷം അന്വേഷിക്കുന്നു. സെറ്റിൽമെൻ്റ് ആയില്ലേ? ആയോ?
ഇതെങ്ങനെ ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഇതാണ് അത് സയൻസിൻ്റെ റൂൾ പോലെയാണ്. ഈ സയൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഏത് റൂൾ അനുസരിക്കുന്നോ അതേ റൂൾ ഇവിടെയുള്ള എല്ലാ സാധനവും അനുസരിക്കും. ഇപ്പം ന്യൂട്ടൺ പറയാണ് ആപ്പിൾ മുകളിൽ നിന്ന് താഴോട്ട് വീഴും എന്ന് പറഞ്ഞാൽ ആപ്പിൾ മാത്രമല്ല എത്ര പ്രാവശ്യം ഇട്ടാലും താഴെ വീഴും. അതാണ് ശാസ്ത്രത്തിൻ്റെ പ്രത്യേകത. ശാസ്ത്രത്തിൻ്റെ ഒരു പ്രിൻസിപ്പിൾ യൂണിവേഴ്സലി വാലിഡാ. അതുപോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആപ്ലിക്കബിളാണ് എന്ത്? സെറ്റിൽമെൻറ്റ് തിയോളജി. നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കുന്നത് എന്നാണെന്നറിയോ? എങ്ങും പറന്നു പോകാതെ കല്ലുപോലെ ഞങ്ങൾ ഒരിടത്ത് തിരുത്തണേന്നാണ്. ഒരു കല്ലിൻ്റെ സ്വഭാവം ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരുത്തന്നെ അലഞ്ഞു തിരിയാൻ ഞങ്ങളെ കൊണ്ട് വയ്യ. ഇതെങ്ങനെ എനിക്ക് മനസ്സിലായി? ഇയാൾ എങ്ങനെ ഇത് മനസ്സിലാക്കിയെടുത്തു? കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിൽ വരുന്ന ഓൺലൈൻ വരുന്ന ഒരു സഹോദരിയുണ്ട്. ആ സഹോദരിയോട് പറഞ്ഞു ഭയങ്കര ഉണർവായിരുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിൽ. അവരവിടെ പോകുന്ന വിസിബിൾ ചർച്ചിൽ അവിടെ ഒരു പ്രവാചകൻ വന്നു എൻ്റെ മകനെക്കുറിച്ചൊക്കെ കറക്റ്റായിട്ട് പ്രവചിച്ചു. ഞാൻ പറഞ്ഞു ആ പ്രവചനമെല്ലാം ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ അതെങ്ങനെ പറയാൻ പറ്റും? ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. 1, 2, 3, 4 ഞാൻ പറഞ്ഞു എല്ലാം. അവർ പറഞ്ഞു ഇതെങ്ങനെ മനസ്സിലായ? മോൻ ചോദിച്ചു ചെയ്സെങ്കിലിന് എങ്ങനെ ഇതൊക്കെ മനസ്സിലായത്? ഞാൻ പറഞ്ഞു ഈ ആത്മാവിനെ നമ്മൾ നേരത്തെ വിവേചിച്ചിട്ടുള്ളൊരു സാധനമാണ്. അതിത്രേ പറയുള്ളൂ, നിന്നെ ഒരു അനുഗ്രഹ വിഷയമാക്കി മാറ്റാൻ പോകുന്നു. പോയിന്റ് നമ്പർ 1, നീ അനുഭവിച്ച വേദനകൾ, ചെറുപ്പകാലത്ത് നീ കടന്നുപോയ അവസ്ഥകൾ. ഇതിൽ അവസ്ഥകൾ എന്നുള്ള വാക്കില്ലാതെ പ്രവചനം സാധ്യമല്ല. ഇത് കൃത്യം, കാരണം ഈ ഒരു സാധനമാണ് ഊടാടി സഞ്ചരിക്കുന്ന മൊത്തം. അപ്പം എങ്ങനെയെങ്കിലും നമ്മളെ സെറ്റിലാക്കണം. കർത്താവ് പറയാണ് കാറ്റിൻ്റെ സ്വഭാവം ഇല്ലാത്ത ഒന്നും ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. ഈ കാറ്റിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ഞാൻ അതിൻ്റെ ഒരു കഥ പറയാം. 2 പേരുടെ കഥ പറയാം. ഒന്ന് ഞങ്ങളുടെ ചർച്ചിലുള്ളൊരു സഹോദരൻ്റെ കഥയും മറ്റേ എൻ്റെ കഥയാണ്. എൻ്റെ കഥ പറയാൻ സമയം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, അയാളുടെ കഥ പറഞ്ഞേക്കാം. ഞങ്ങളുടെ ചർച്ചിൽ അജൽ എന്ന് പറഞ്ഞൊരു സഹോദരനുണ്ട്. ഇദ്ദേഹം സെറ്റിലാവാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട ഒരാളാണ്. വളരെ നല്ലപോലെ പഠിച്ച് പയ്യൻ എൻജിനീയറിംഗ് പാസ്സായിട്ട് കാനഡയ്ക്ക് പോയി. IELTS ഒക്കെ നല്ല മാർക്ക് പാസ്സായി കാനഡ ചെന്ന് അവിടെ ഒരു കോഴ്സ് പഠിച്ച് അതും പാസ്സായിട്ട് പുള്ളി നല്ലൊരു ജോലിയും കിട്ടി. അത്രയും നല്ല ജോലി, അത്രയും പെട്ടെന്ന് പഠിച്ച് തീരുന്നതിന് മുമ്പ് ജോലിയും കിട്ടി. 3 ലക്ഷത്തോളം രൂപ സാലറി. 3 ലക്ഷം 3.5 ലക്ഷം അങ്ങനെ പറയുന്നില്ല, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ വീട്ടിൽ 15 ലക്ഷം രൂപ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് പുള്ളി പോയേക്കുന്നത്. അത് വീട്ടണം. അമ്മയ്ക്ക് ക്യാൻസറാണ്, ക്യാൻസറിന് ചികിത്സിക്കണം. അപ്പന് ജോലിയില്ല, മൂത്ത ചേട്ടന് ജോലിയില്ല. അപ്പൻ്റെ സ്റ്റുഡിയോ ഉണ്ട്, പഴയ ടൈപ്പുള്ള സ്റ്റുഡിയോ. ആ സ്റ്റുഡിയോയിലെങ്കിലും ആരും ഫോട്ടോ എടുക്കാനൊന്നും വരുന്നില്ല. ഇങ്ങനെ അപ്പോൾ ഈ 2 വർഷം കൊണ്ട് ലോണൊക്കെ വീട്ടാം, അമ്മയുടെ ക്യാൻസർ ചികിത്സ നടക്കണം എന്നിവൻ തീരുമാനിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദൈവത്തിൻ്റെ ആലോചന വരുന്നത്. നീ ഈ ജോലി രാജിവെച്ച് ഇറാഖിൽ എൻ്റെ മിഷണറി ആയിട്ട് പോകണം. ഇവൻ കർത്താവിനോട് പറഞ്ഞു 2 വർഷം എനിക്ക് തന്നാൽ ഞാൻ ഈ ലോണൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഞാൻ പൊക്കോളാം. കാരണം എൻ്റെ അപ്പൻ്റെയും ചേട്ടൻ്റെയും സ്ഥലം വെച്ചിട്ടാണ് ഞാൻ ലോൺ എടുത്തിരിക്കുന്നത്. അവരെന്നെ ഓടിക്കും, അതുകൊണ്ട് അവർക്ക് ആ സ്ഥലം തിരിച്ചെടുത്ത് കൊടുത്തിട്ട് ഞാൻ പൊക്കോളാം. കർത്താവ് പറഞ്ഞു കലപ്പമേൽ കൈവച്ചിട്ട് പിന്നോട്ട് നോക്കുന്നൊന്നും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. അവൻ 2ഉം കൽപ്പിച്ച് ജോലി അങ്ങ് രാജിവെച്ചു. ആ വീട്ടിലെ അവസ്ഥ ആലോചിച്ച് നോക്ക്. വീട് കത്തി, സെറ്റിൽമെൻറ്റ് പോയി, ഇങ്ങോട്ട് പോകേണ്ട സാധനം പിന്നെയും കയറി വന്നു. ഇപ്പോൾ ഉരുണ്ടോണ്ടിരിക്കുക, സെറ്റിൽമെൻ്റ് ഇല്ല. ഇവൻ നേരെ ഇറാഖിലേക്ക് പോന്നു. ഇറാഖിൽ നിന്ന് ആൾക്കാരെ നേരെ നിർത്തി ടപ്പ് അടിച്ച കാലം കഴിഞ്ഞുള്ളൂ, ജസ്റ്റം കഴിഞ്ഞുള്ളൂ. അവിടെ ഇപ്പോഴും തീവ്രവാദ സംഘം ഉള്ള സമയത്താണ്. അവിടെ ചെന്ന് വില്ലേജുകളിലൂടെ നടന്ന് സുവിശേഷം വേണ്ടി പോകുന്നത്. എങ്ങനെ പറയും, അറബികൾ മൊത്തം വില്ലേജുകളാണ്, ഇവിടുത്തെ പോലെ ടൗണൊന്നുമില്ല. അവിടെ ചെന്ന് നിങ്ങൾ എവിടെ നിന്നാ ചോദിക്കും. അപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെച്ച് നോക്കും ഇവൻ എന്താ ചോദിച്ചെന്ന്. കൂടെ ഒരു അറബി അറിയാവുന്നൊരു പയ്യനുണ്ടായിരുന്നു. പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയിൽ നിന്നാണ്. ഹിന്ദു ആണോ? അല്ല ക്രിസ്ത്യാനി. ഹിന്ദി ക്രിസ്ത്യാനികളുണ്ടോ? ഒരു ചോദിക്കുന്നുണ്ട്. ബാ വെള്ളം കുടിച്ചിട്ട് വാ. ഇവരെ വിളിച്ച് അകത്ത് കയറ്റി. അറബികൾ അങ്ങനെ ആദ്യത്തെ മര്യാദയുള്ള ആൾക്കാർ അവിടെ അകത്ത് കയറ്റി കഴിയുമ്പം ഇവർ പറഞ്ഞ് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയാം. ചുമ്മാ കാഷ്വൽ കോൺവെർസേഷൻ. ഒരാൾ പറഞ്ഞു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈസാ നബിയെക്കുറിച്ച് പറയാൻ നിങ്ങളിവിടെ വരുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോൾ നേരത്തെ ഇവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരെ ദൈവം ഒരുക്കി വെച്ചിരിക്കുമോ. വീടുകൾ തോറും അവൻ നടന്ന് അവിടെ ചർച്ചയായി. ഇറാഖിൽ ഇപ്പോൾ നമുക്കൊരു ചർച്ച ഉണ്ട്. അവിടെ ഇപ്പോൾ 2 മിഷണറിമാരാണ് ചർച്ചിൽ വർക്ക് ചെയ്യുന്നത്. അവിടെ സൺഡേ സ്കൂള്,
പുള്ളി കാറ്റായിട്ട് പോയി. ഇപ്പം സിറിയയിലാണ് മിഷണറി. ഭാര്യ 5 മാസം പ്രഗ്നൻ്റായ ഭാര്യയുമായിട്ട് പുള്ളി നേരെ സിറിയയ്ക്ക് പോയി. ഇപ്പോൾ 2 പിള്ളേരുമായിട്ട് ഭാര്യ ഇപ്പം ഡെലിവറിക്ക് ഇവിടെ വന്നു, പുള്ളി സിറിയയിൽ വർക്ക് ചെയ്യുന്നു, വേറൊരു ഫാമിലിയും കൂടെ. ഞാനിങ്ങനെ ആലോചിച്ചു, അയാൾ ആ ജോലി ചെയ്ത് കണ്ടിന്യൂ ആയിരുന്നെങ്കിൽ അയാൾക്ക് കിട്ടുന്ന 3 ലക്ഷം, അങ്ങനെ ഒരു കല്യാണം കഴിക്കുമ്പോൾ ആരെയാണ് കിട്ടുന്നത്? വേറൊരു 3 ലക്ഷം കൂടെ, 6 ലക്ഷം രൂപ വരുമാനം. അപ്പോൾ ചർച്ചിന് ഒരു മാസം ദശാംശം എത്ര കിട്ടും? പെട്ടെന്ന് കണക്കൂട്ട്. നിങ്ങളിതൊക്കെ കണക്കൂട്ടി മടുത്ത ആൾക്കാരായിരിക്കും. പെട്ടെന്ന് കണക്കൂട്ടി പറഞ്ഞു 60,000 രൂപ അല്ലേ? ഇപ്പം എന്താ അവസ്ഥ എന്നറിയോ? 60,000 രൂപ ചർച്ചിലോട്ട് വരുന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് നമ്മൾ 60,000 രൂപ കളക്ട് ചെയ്ത് കൊടുക്കേണ്ട അവസ്ഥയാണ്. നിങ്ങൾ ആലോചിക്കുക എന്തൊരു നഷ്ടമാണ്. അതേ സമയത്ത് 10ാം ക്ലാസ്സിൽ 10 വർഷം തൊട്ട് ഒരു ജോലിയും കിട്ടാതെ ഏകഗതിയും പരഗതിയും ഇല്ലാത്ത ഒരാൾ പോയാൽ നമുക്ക് സന്തോഷമുള്ളൂ. പോയി അവിടെയെങ്കിലും പോയി ഗതി പിടിക്കട്ടും. ഈ ഒട്ടകങ്ങളെയൊക്കെ പറഞ്ഞു വിട്ട സഭയുടെ അവസ്ഥ എന്താകും? പള്ളി എങ്ങനെ പണിയും? അപ്പൊ നമ്മൾ നിവൃത്തി ഉണ്ടെങ്കിൽ ഒരുത്തനെ എങ്ങനെ വിടരുത്? കാറ്റായിട്ട് വിടരുത്. കാറ്റായിട്ട് വിട്ടാ അവൻ സെറ്റിലായില്ലെങ്കിൽ നമ്മൾ സെറ്റിലാവൂല. ഈ എക്കണമി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തൊരു ദുഷ്ടനാണ് അവൻ. അപ്പനെ അമ്മേനെ ക്യാൻസർ പോലും നോക്കാതെ ഇറങ്ങിപ്പോയി. നിങ്ങൾക്കറിയാമോ, അത് രണ്ടും കൽപ്പിച്ചുള്ളൊരു പോക്കായിരുന്നു. അവൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിനുള്ള വന്നില്ല, വരാൻ പറ്റിയില്ല. ഒരു ദിവസം അവിടെ ബോംബ് വന്നു വീണു, അമേരിക്കക്കാരുടെ ബോംബ് വന്നു വീണു. ഈ ബോംബ് വന്നു വീണ് കഴിഞ്ഞപ്പം ഇവിടെയുള്ള ആൾക്കാർ വെപ്രാളം പിടിച്ചു. ഇവർക്ക് എന്ത് പറ്റി? ഇവർ ഫോൺ ചെയ്തിട്ട് കിട്ടുന്നില്ല, ഫോൺ കണക്ഷൻ ഇല്ല. അവർക്ക് എവിടെ പോയി ആർക്കും ഒരു പിടിയില്ല. ഇവർ മരിച്ചു പോയോ എന്ത് പറ്റിയെന്ന് ആർക്കും അറിയത്തില്ല. അവരെവിടെയോ ഒരാളെ അന്ന് ആദ്യമായിട്ട് സ്നാനം നടക്കുന്നത്, ഇവർ പോയി സ്നാനപ്പെടുത്താൻ 2 പേരെ സ്നാനപ്പെടുത്താൻ വേണ്ടി ഏതോ ബീച്ചിൽ പോയേക്കായിരുന്നു. രഹസ്യമായിട്ട് ചെയ്യണമല്ലോ. തിരിച്ചു വന്നപ്പോൾ ഇവർ മിഷനിലെ മറ്റു സഹോദരന്മാർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളിങ്ങ് തിരിച്ചു പോരെ, കാരണം ഭയങ്കര യുദ്ധം വരാൻ പോകുന്നത്, നിങ്ങൾക്ക് പിന്നെ തിരിച്ചു വരാൻ പറ്റാതെ വരും. അപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോഴാണ് ഞങ്ങൾക്ക് 2-3 സഹോദരന്മാരെ വിശ്വാസത്തിൽ കിട്ടിയത്. അവരെ ഞങ്ങൾ ഇവിടെ ഇട്ടിട്ട് പോന്നാൽ രണ്ടാമത് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ ഈ സഹോദരന്മാരുടെ കൂടെ നിൽക്കാത്ത കുറ്റം ഞങ്ങളുടെ മേൽ വരും. അതുകൊണ്ട് ഞങ്ങൾ അവരുടെ കൂടെ മരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക എന്ന് പറഞ്ഞു. അവർ തിരിച്ചു വന്നില്ല, അവരവിടെ കിടന്നു. അവസാനം ആ സഹോദരന്മാർ പറഞ്ഞെന്നറിയോ, എല്ലാവരും ഞങ്ങളെ കൈവിട്ടപ്പോഴും നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നു, അതുകൊണ്ട് മരിച്ചാലും ഞങ്ങൾ നിങ്ങളോട് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഇനി വീട്ടിലെ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമ്മ ഭയങ്കര ദേഷ്യവും വിഷമവും, എൻ്റെ മകൻ ഇങ്ങനെ ചതിച്ചെന്നും പറഞ്ഞിട്ട് പോയി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇനി ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങളുടെ ക്യാൻസർ മാറിയെന്നു. ചേട്ടന് ജോലി ഗൾഫിൽ കൊടുത്തു, പുള്ളി നിരീശ്വരവാദി, എവിടെ ഉണ്ട്, വീട്ടിൽ പൈസ. പുള്ളി ഇതൊന്നും അറിയാതെ സുവിശേഷകരാണ്. കാറ്റ്, ഇതിനാണ് നമ്മൾ എന്താ പറയുന്നത്? കാറ്റ്. അപ്പം നിങ്ങൾക്ക് ഒത്തിരി പേടി തോന്നിയില്ല, എൻ്റെ മക്കളെങ്ങാനും കാറ്റായി പോയാൽ ഞങ്ങളുടെ സെറ്റിൽമെൻറ്റ് പേടി തോന്നുന്നുണ്ടോ? അയ്യോ ദൈവമേ, ഞങ്ങളുടെ മക്കൾ വിശ്വാസികളാകണം, പക്ഷെ ഇത്രയും വേണ്ട. കഴിഞ്ഞ ദിവസം ഒരു കല്യാണം ആലോചിച്ചപ്പോൾ പറഞ്ഞാൽ നല്ല കമ്മിറ്റ്മെൻ്റ് ഉള്ള പയ്യനാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ വേറെ പയ്യനെ കുറിച്ച്, അത്രയും കമ്മിറ്റ്മെൻ്റ് ഉള്ള തന്നെ വേണ്ട, ഒരു ഇത്തിരി കുറഞ്ഞ കമ്മിറ്റ്മെൻ്റ് ഉള്ള എവിടെയെങ്കിലും കിട്ടും. ഈ മരണത്തെ ഭയപ്പെടാതെ അവിടെ പോയി എല്ലാം ഉപേക്ഷിച്ച് കാറ്റ് പോലെ പോയ ആൾക്കാരും ഞങ്ങൾ എവിടെയെങ്കിലും സെറ്റിലാക്കണേ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാവരും ഒന്നിച്ച് അവിടെ നിൽക്കുന്ന സ്ഥിതി ആലോചിച്ച് നോക്കി. ഈ സ്വർഗത്തിൽ പോയിട്ട് ഒന്നിച്ച് നിൽക്കുന്ന സ്ഥിതി ആലോചിച്ച് നോക്കി. എന്തൊരു നാണക്കേടായിരിക്കും. അവർ ദൈവത്തിൻ്റെ കാര്യം നോക്കിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം വായിച്ച പോലെ മനുഷ്യരുടെ കാര്യം നോക്കി, ലജ്ജയില്ലാതെ മനുഷ്യരുടെ കാര്യം നോക്കി. മനുഷ്യരങ്ങനെ, പക്ഷെ ശുശ്രൂഷിക്കുന്നവർ ഒരു ആത്മാവിൻ്റെ പേരെടുത്തുകൊണ്ട് മനുഷ്യരുടെ കാര്യം നോക്കി. ദൈവം നമ്മളോട് ചോദിക്കാതിരിക്കുമോ? അതുകൊണ്ട് ക്രിസ്തു അപ്രത്യക്ഷമായത്. സഭകളിൽ നിന്ന് ക്രിസ്തു അപ്രത്യക്ഷമായി. കുറേ വർക്കുകൾ മാത്രമായിട്ട് ഇത് അവശേഷിച്ചു. തീരെ സമയല്ലേ? 5 മിനിറ്റ്. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ഈ 5 ദിവസം ചിന്തിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഞാൻ ഇനി ഇങ്ങനത്തെ പേടിപ്പിക്കൊന്നുമില്ല കേട്ടോ, ഇന്നോട് തീർന്നു. ഞാൻ എൻ്റെ കഥ പറയുന്നില്ലേ, എൻ്റെ കഥ അപ്പം എൻ്റെ കഥ പറയുന്ന എനിക്കൊരു ആശ്വാസമാണ്. കാരണം ഞാനെങ്ങും പോയില്ല, ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഗൾഫിലൊക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്നെ പറ്റി വിചാരിക്കാം അയാൾ കല്ല് പോലെയായിട്ട് മറ്റു കാറ്റിൻ്റെ കഥ പറയാൻ. ഈ കാറ്റ് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും സിറിയക്ക് ഇറാഖിനോ പോകണം എന്നല്ല എൻ്റെ അർത്ഥം. ദൈവം എവിടെ വിട്ടാലും പോകാൻ സെറ്റിൽമെൻറ്റിന് വേണ്ടി ആഗ്രഹിക്കാതെ, അതായത് ഇന്ന സ്ഥലത്ത് സെറ്റിലാകണമെന്ന് ആഗ്രഹിക്കാതെ, ഞാനൊരു പിടി വെക്കാതെ കർത്താവ് എവിടെ കൊണ്ടുപോയാലും കുഴപ്പമില്ല എന്നുള്ളൊരവസ്ഥ എൻ്റെ ഹൃദയത്തിനകത്ത് വരുമ്പോഴാണ് എനിക്ക് ആത്മസ്വഭാവം ഉണ്ടാകുന്നത്. അതിൻ്റെ ഫലം പലരിലും പലതായിരിക്കും.
അപ്പൊ അങ്ങനെ ആത്മസ്വഭാവമുള്ളവരെല്ലാം കൂടെ ഒന്നിച്ചു വരുന്ന സ്തോത്രം ചെയ്യുമ്പം, ആരാധിക്കുമ്പം, അവർ കഴിഞ്ഞ ആഴ്ച നടത്തിയ കാര്യമല്ല പറയുന്നത്, ചത്തുപോകേണ്ട ഞങ്ങളെ, നരകത്തിൽ പോകേണ്ട ഞങ്ങളെ നിത്യജീവന്റെ അവകാശികളാക്കി മാറ്റിയ കുഞ്ഞാടിന് സ്തോത്രം. ഞങ്ങൾക്ക് ഒരു യോഗ്യതയില്ലായിരുന്നു, ഞങ്ങൾക്ക് അനുസരിക്കാൻ പോലും കഴിവില്ലായിരുന്നു. ഒരു പാട്ടുണ്ട്, പിളർന്ന ഒരു പാറയെ നിന്നിൽ ഞാൻ പറയട്ടെ. അതിനകത്ത് ഫസ്റ്റ് ആൻസർ, കൽപ്പന കാത്തിടുവാൻ ഒട്ടും ശക്തനല്ല ഞാൻ, വൈരാഗ്യമേറിയാലും കണ്ണുനീർ ചൊരിഞ്ഞാലും വന്നിടാ പാപനാശം. ഞാൻ കരഞ്ഞാലും കണ്ണുനീർ ചൊരിഞ്ഞാലും എൻ്റെ പാപത്തെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല. ഞാൻ അയോഗ്യനും അനുസരണ ഇല്ലാത്തവനുമായിട്ട് തന്നെ ഇരിക്കുമ്പോൾ ഒരു കാറ്റിൻ്റെ സ്വഭാവം എൻ്റെ ഉള്ളിൽ തന്നിട്ട്, അത് ഞാൻ വീട്ടിൽ പോയി നിങ്ങൾ വായിക്കാൻ പറഞ്ഞു, മറന്നു പോരുത്, ഹോംവർക്ക് ചെയ്യാതെ വരരുത്. അവൻ ഉയരത്തിൽ നിന്ന് ആത്മാവിനെ തന്ന് എനിക്കൊരു കാറ്റിൻ്റെ സ്വഭാവം എൻ്റെ ഉള്ളിലുണ്ടാക്കി. അങ്ങനെ എന്നെ വീണ്ടും ജനിപ്പിച്ചു. വീണ്ടും ജനിപ്പിച്ച് അവന് ഒരർഹതയില്ലാത്ത എന്നെ എതിരെ കടത്തി വിട്ടു. ഈ ദൈവരാജ്യത്തിൻ്റെ വഴിയിലൂടെ, മനുഷ്യരാൽ അസാധ്യമായൊരു വഴിയിലൂടെ ദൈവം എന്നെ കടത്തിവിട്ടു. അത് ഓർക്കുമ്പം അതിൻ്റെ മുമ്പിൽ കഴിഞ്ഞ ആഴ്ച നടന്നു, അതിൻ്റെ മുമ്പത്തെ ആഴ്ച നടന്നു നമുക്കൊരു വിഷയമല്ല. നമുക്ക് ഇഷ്ടംപോലെ പ്രാർത്ഥനാ യോഗങ്ങൾ നടത്താം. പക്ഷെ ഞായറാഴ്ച നമ്മൾ കൂടി വരുമ്പം പറയണം, കർത്താവെ, ഞങ്ങളെ രക്ഷിച്ച കർത്താവിന്, കുഞ്ഞാടിന് മഹത്വം. അറുക്കപ്പെട്ട കുഞ്ഞാട് ബലവും സ്തുതിയും മഹത്വവും ബഹുമാനവും സ്തോത്രവും സ്വീകരിപ്പാൻ യോഗ്യൻ. രക്ഷ കുഞ്ഞാടിന്റെ ദാനമാകിയാൽ ഈ പുതിയ നിയമത്തിലെ വെളിപ്പാട് പുസ്തകത്തിൽ ഈ ദൂതന്മാരെല്ലാം കമന്ന് കിടന്ന് കുഞ്ഞാടിനെ ആരാധിക്കുന്ന സീൻ നമ്മൾ കാണുന്നത്. അതാണ് പുതിയൊരു പാട്ട്. എന്താ പുതിയ പാട്ട്? സകല ജാതികളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ഈ കുഞ്ഞാട് അറുക്കപ്പെട്ട് അവൻ നമ്മെ വിലക്ക് വാങ്ങി, അവരെ വിലക്ക് വാങ്ങി ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചിരിക്കുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. അവർക്ക് നേരത്തെ പാട്ട് അറിയത്തില്ലായിരുന്നു. നേരത്തെ പരിശുദ്ധൻ 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 എന്ന് മാത്രം പാടിക്കൊണ്ടിരുന്ന ദൂതന്മാര് നമ്മളെ കണ്ടപ്പം പാട്ട് മാറ്റി. ഇങ്ങനെയുള്ളവന്മാരെ യേശുക്രിസ്തുവിനെ പോലെ ആക്കി മാറ്റിയ കുഞ്ഞാട് എത്ര മഹത്വമുള്ളവൻ എന്ന പാട്ട് സഭയിൽ ഉയരണം. സഭയിൽ കുഞ്ഞാട് ഉയർത്തപ്പെടണം, രക്ഷ ആഘോഷിക്കപ്പെടണം. രക്ഷ എന്താണെന്ന് ഈ ആരാധനയിലൂടെ വെളിപ്പെട്ട് വരുമ്പോൾ ഈ മക്കളിൽ അനേകർ കാറ്റുപോലെ ആകും. പേടിച്ചാൽ പിന്നെ നിങ്ങൾ മറ്റേ വഴിക്ക് തന്നെ ആരാധിക്കുകയുള്ളൂ. ഓക്കെ, ഞാൻ നിങ്ങളുടെ കഥ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ, അതോടെ തീർക്കാം. ഓക്കെ, ഞാൻ ആ പിള്ളേരോട് പറഞ്ഞു, നിങ്ങൾ പാട്ടൊക്കെ കൊള്ളാം, പക്ഷെ എല്ലാം കോമൺ ബ്ലെസ്സിങ് ആണ്. നിങ്ങൾ രക്ഷ ഉയർത്തിക്കൊണ്ടൊരു പാട്ട് പാട്, കർത്താവിൻ്റെ വീണ്ടെടുപ്പിനെ കുറിച്ചൊരു പാട്ട് പാടുന്നു പറഞ്ഞു. അവർ പറഞ്ഞു, ശരി അങ്കിളെ, ഇന്ന് ഞങ്ങൾ ഒരു നല്ല പാട്ടൊക്കെ എടുത്ത്, പഴയ പാട്ടൊക്കെ എടുത്ത് നല്ലൊരു വർഷിപ്പ് നടത്തി. ആരും ഇളകിയില്ല, ആരും സ്പ്രിങ്ങിന് മുകളിൽ കയറിയില്ല. അവർ വൈകിട്ട് വന്ന് പറഞ്ഞു, അങ്കിളെ നടക്കുന്നില്ല, ഞങ്ങൾ ഒത്തിരി ട്രൈ ചെയ്തു, ആരും അനങ്ങുന്നില്ല. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് ഒരു പാട്ട് അങ്കിൾ പറഞ്ഞ പോലെ പാടാം, ബാക്കിയല്ല ഞങ്ങൾ പഴയ പോലെ. എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്നാലും ഞാൻ പറഞ്ഞു. കാരണം ഈ സ്പിരിറ്റ് വന്ന് കയറിയാൽ പിന്നെ വിഷയങ്ങളുടെ കാര്യം പറഞ്ഞാലേ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. വേറെ എന്ത് പറഞ്ഞാലും ഈ മയിൽക്കുറ്റി പോലെ ഇരിക്കുകയുള്ളൂ. എപ്പോഴാണ് വിഷയങ്ങളെന്ന് പറയുന്നത് അപ്പം അല്ലയോ ആ സ്പിരിറ്റ് എന്താണെന്നറിയോ? ഈ പത്രോസിനെ ബാധിച്ച സ്പിരിറ്റാണ്. പ്രിയ സഹോദരങ്ങളെ, രക്ഷപ്പെട്ടോ, കർത്താവിങ്കിലേക്ക് നോക്കിയോ. ഈ നശിച്ചു പോകുന്ന മരുഭൂമിയിൽ അഗ്നിസർപ്പങ്ങളുടെ കടിയേറ്റ് കിടക്കുന്നവനോട് കർത്താവ് പറയാണ്, ഇവിടെ നോക്കിയാൽ നീ നശിച്ചു പോകും, നിനക്ക് വേണ്ടി ഉയർത്തിയിരിക്കുന്ന ഒരു പിച്ചള സർപ്പമുണ്ട്, കണ്ടാൽ അഗ്നിസർപ്പത്തെ പോലെ ഇരിക്കുമെങ്കിലും അതിന് വിഷമില്ല. ആ അഗ്നിസർപ്പത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ കർത്താവിന് ഉയർത്തിയിരിക്കുന്നു. അവന് രക്ഷാകരമായ ദൈവകൃപ നമ്മൾ അനുഭവിക്കുകയും അത് പരസ്പരം പങ്കുവെക്കുകയും പ്രബോധിപ്പിക്കുകയും പ്രവചിക്കുകയും ചെയ്യുവാനാണ് സഭാ അസംബ്ലി. മനസ്സിലായോ? കോമൺ ഗ്രേസ് വിതരണം ചെയ്യാൻ വേണ്ടിയല്ല, രക്ഷാകരമായ ദൈവകൃപയുടെ വിളംബരമാണ് സഭ നടത്തുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ രക്ഷയെ ആഘോഷിക്കുവാൻ, അങ്ങയെ വാഴ്ത്തുവാൻ, അങ്ങയുടെ മഹത്വത്തെ കാണുവാൻ ഞങ്ങൾക്ക് സാധിക്കാത്ത അത്ഭുതകരമായ വീണ്ടെടുപ്പ് കർത്താവ് ഞങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം പുത്രനോടൊപ്പം ഞങ്ങളെ അവകാശികളാക്കി നിത്യജീവനിലേക്ക് ഞങ്ങളെ കടത്തിവിട്ട, സൂചിക്കുഴയിലൂടെ ഞങ്ങളെ കടത്തിവിട്ട അങ്ങയുടെ വലിയ പ്രവൃത്തിക്കായി, റീജനറേഷനായി, വീണ്ടും ജനനത്തിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങ് സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ പഴയ സ്വഭാവം മാറി ഞങ്ങളെ പുതിയത് അണിയിപ്പിച്ചിരിക്കുന്ന അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.